ഹായ്, ഗുഡ് ഈവനിങ്. ഓഡിബിൾ ആണോ എല്ലാവർക്കും? കേൾക്കാൻ പറ്റുന്നുണ്ടോ? എസ് ഓർമ്മ ഉണ്ടോ? എന്തെങ്കിലും റിപ്ലൈ ഉണ്ടോ? കാരണം നമ്മൾ പൊതുവെ ഫാക്കൽറ്റീസ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടികളിൽ ഒന്നിതാണ്. ഉണ്ട്, കേൾക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. സോ ഇന്നത്തെ ക്ലാസ് ബയോളജിയുടെ ബയോളജി അല്ലെങ്കിൽ അതിന്റെ മെയിൻ ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ സി ഡി എസ് അതേമാതിരി എൻ ഡി എ ഏത് സബ്ജക്ട്സ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ബയോളജി കൂടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാക്സിമം ഇതുവരെ കണ്ടിരിക്കുന്നത് ആകെ ഒരു 10 ക്വസ്റ്റ്യൻസുകളാണ്. അതിൽ കൂടുതൽ നമുക്ക് അങ്ങനെ കാണാറില്ല. എന്നാൽ ആവറേജ് നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും അറൌണ്ട് 6 to 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസോളം ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി യു പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളിൽ എല്ലാം ഒരു സെന്റൻസ് ബേസ്ഡ് ആയത് കുറച്ച് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എന്നുള്ള രീതിയിലാണ് പൊതുവെ യു പി എസ് സിയുടെ ക്വസ്റ്റ്യൻസ് വരാറ്. എന്നാൽ നമുക്ക് ബയോളജിയിലാവുമ്പോൾ അത്രയധികം ഒരു എന്താ പറയുക സ്റ്റേറ്റ്മെന്റ് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്സ് വരുന്നത് കുറവാണ്. കുറച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് കൂടുതൽ കാണാറുള്ളത്. അതാണ് നമുക്കൊരു അഡ്വാൻറ്റേജ് വരുന്നത്. ഓക്കെ. സോ ഞാൻ കൂടുതൽ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് അതേമാതിരി എന്തെങ്കിലും എവിടെയെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഇന്ററപ്റ്റ് ചെയ്യാം. വീണ്ടും പറയാം. വേണമെങ്കിൽ മുന്നത്തെ ക്വസ്റ്റ്യനിലേക്കാണെങ്കിൽ തിരിച്ചു പോവാം. ഒരു കുഴപ്പമില്ല. ഓക്കെ. സോ അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ടോപ്പിക്കാണ് സെൽ ഡിവിഷൻസ്. എല്ലാത്തിന്റെയും ഒരു ബിഗിനിങ്, ലൈഫ് ബിഗിനിങ് എന്ന് പറയുന്നത് ഒരു സെല്ലിൽ നിന്നാണ്. നമ്മുടെ ലൈഫ് പോലും ബിഗിൻ ചെയ്തിരിക്കുന്നത് ഒരു സെല്ലിൽ നിന്നാണ്. ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻട്രോ തരുന്നു എന്നേ ഉള്ളൂ. മോസ്റ്റ് ഓഫ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്, ആരാണ് ഇത് നമ്മുടെ സെൽ എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് എന്നുള്ളത്. അത് എന്നാ കണ്ടുപിടിച്ചെന്നുള്ള ഒരു വട്ടം വരെ ചോദിച്ചിട്ടുണ്ട്. അതൊരു സെന്റൻസ് ബേസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യാവുന്നതാണ്. 1665 ഈ ജർമ്മൻ സയന്റിസ്റ്റ് ആക്ച്വലി റോബർട്ട് ഹൂക്ക് എന്ന് പറയുന്ന പുള്ളി സെൽ എന്ന് പറയുന്നതിന് ടേം അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചത് പുള്ളി ആ സമയത്താണ്. ഓക്കെ. അതായത് ഏതിന്റെ ഒരു സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അപ്പോൾ ചിലതുണ്ട് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ട്, ചിലത് എന്താ പറയുക മൾട്ടി സെല്ലുലാർ, ഒന്നിൽ കൂടുതലുള്ളതാണ്. എന്നാൽ ഏതൊരു ലൈഫും ബിഗിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാ ലൈഫിലും മിനിമം ഒരു സെല്ലെങ്കിലും ഉണ്ടാകും. അതാണ് ബേസിക് സെൽ തിയറി എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നത്. അതേമാതിരി പിന്നെയുള്ളൊരു ഒരു ബേസിക് സെൽ തിയറി എന്നുള്ളത് ഒന്ന് ഇതാണ്. സെക്കൻഡ് ബേസിക് സെൽ തിയറി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു പുതിയ ലൈഫ് അല്ലെങ്കിൽ ഒരു ഡോട്ടർ സെൽ അല്ലെങ്കിൽ പുതിയൊരു ലൈഫ് ഫോം ചെയ്യുന്നത് എപ്പോഴും അതിന്റെ പാരന്റ് സെല്ലിൽ നിന്നായിരിക്കും. അതാണ് അടുത്ത മെയിൻ ആയിട്ടുള്ള ഒരു സെൽ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഓർഗാനിസത്തിലും ഒരു സെല്ലുണ്ട്. സെക്കൻഡ്, ഒരു ന്യൂ ഓർഗാനിസം ഈസ് ഫോം ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽ അല്ലെങ്കിൽ പാരന്റ് സെൽ. എല്ലാം നമ്മുടെ പാരന്റ്സിൽ നിന്ന് നമ്മൾ ജനിച്ചത് മാതിരി തന്നെ ഇതും അതേ സെയിം സെൽ എന്ന് പറയുന്നതും അതേ സെയിം തന്നെയാണ്. വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് വരാറുള്ളത് സെല്ല്, അതിൻ്റെ അകത്തുള്ള കുറച്ച് ഓർഗനലുകൾ. അതിൽ ചിലത് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലുകൾ ഉണ്ടാവും. മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചുറ്റൊരു വലയം മാതിരി ഉണ്ടാവും. ചിലതിന് അങ്ങനെ ഉണ്ടാവില്ല. എന്നാൽ ചിലത് പ്ലാന്റ്സിന്റെ സെല്ലുകളുണ്ട്, ചിലത് ആനിമൽസിന്റെ സെല്ലുണ്ട്. അവരുടെ രണ്ടുപേരുടെ ഇടയിൽ ഉള്ളതിൽ ചില ഓർഗനുകളിൽ ചിലത് ഇല്ലാതിരിക്കാം. ചിലപ്പോൾ പ്ലാന്റിന്റെ സെല്ലിൽ മാത്രം ഉണ്ടാവാം, ചിലത് ആനിമൽ സെല്ലിൽ മാത്രം ഉണ്ടാവാം. ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് അധികം വരുന്ന ക്വസ്റ്റ്യൻസും. ഡയറക്റ്റ് ആയിട്ട് ഒരു വട്ടം ഈവൻ ക്വസ്റ്റ്യൻ വന്നതിൽ സീരീസിൻ്റെതിലാണെന്ന് തോന്നുന്നു. ഈവൻ അവർ നമ്മുടെ ഈ സെല്ലിന്റെ സ്ട്രക്ചർ, ഈ കാണുന്ന സെല്ലിന്റെ സ്ട്രക്ചറിൽ ഇതേമാതിരി അവർ ഓരോന്നും അടയാളപ്പെടുത്തിയിട്ട് ഒരു മൂന്നാലെണ്ണത്തിനെ അടയാളപ്പെടുത്തിയിട്ട് ഇത് ഏതൊക്കെയായിരുന്നു എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. കാരണം ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട്, കാരണം അവർക്ക് കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് പോകാനുള്ളതൊന്നുമില്ല. ഇൻഡെപ്ത് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കയ്യിൽ നിൽക്കത്തുമില്ല. അപ്പോൾ അവർ പിന്നെ ചെയ്യുന്നതാണ് ഈ പറഞ്ഞത് മാതിരി ഒന്ന് രണ്ടെണ്ണം ഇതേമാതിരി ഇത് ഏതാ സംഭവം, ഇങ്ങനെ വളഞ്ഞും പിരിഞ്ഞൊക്കെ കിടക്കുന്നത് ഇത് ഏതാ സാധനം എന്നുള്ള രീതിയിൽ അതിന് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ആ ഓർഡറിൽ തന്നെയാണ് നിങ്ങൾ പറയുന്നത് 1 2 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവർ എഴുതിയിട്ട് എന്നുള്ള രീതിയിൽ വരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ബേസിക് സെല്ലിന്റെ ഒരു
ഒരു പാർട്ടാണ് ഇതിൻ്റെ അകത്തുള്ള ഓരോ ഓർഗനൽസിന്റെ ഇതാണ്. അപ്പോൾ നിങ്ങൾ സ്ട്രക്ചറും ഓർത്തിരിക്കണം. അതിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതേമാതിരി ഏറ്റവും സ്മോളസ്റ്റ് സെൽ ഏതാ എന്ന് ചോദിക്കാം. അതൊരു ബാക്ടീരിയ ആണ്. മൈക്കോപ്ലാസ്മ ജെല്ലി സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണത്. അപ്പോൾ ഇതും വേണമെങ്കിൽ ചോദിച്ചിട്ടുണ്ട്. അതേമാതിരി ലാർജസ്റ്റ് സെൽ ഏതാന്ന് വേണമെങ്കിൽ ചോദിക്കാം. അത് നമ്മുടെ ഓസ്ട്രിച്ചിന്റെ എഗ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ബോഡിയിലെ ലോങ്ങസ്റ്റ് സെൽ ഏതാന്ന് വേണമെങ്കിൽ ചോദിക്കാം. അത് നെർവ് സെല്ലാണ്, അല്ലെങ്കിൽ ന്യൂറോൺസ് എന്ന് പറയുന്ന നെർവ് സെല്ലാണ്. അതിന്റെയും ഈ പറഞ്ഞതുമാതിരി അതിന്റെ സ്ട്രക്ചർ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡെൻഡ്രൈറ്റ്സ്, ലിഗമെന്റ്, ആക്സൺ, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളത്. അതും വേണമെങ്കിൽ അവർക്ക് ഇതേമാതിരി അടയാളപ്പെടുത്തിയിട്ട് വേണമെങ്കിൽ ചോദ്യങ്ങൾ വരുത്താം. ഓക്കെ. സോ ഇതൊക്കെയാണ് ഒരു ബേസിക് സെല്ല്, അതിന്റെ ഓർഗനൽസ് സംഭവങ്ങൾ. പിന്നെ അവർക്ക് ഉണ്ടാകാവുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് രണ്ട് ടൈപ്പായിട്ട് നമുക്കുണ്ട്. ഒരു സെല്ലിന് നമുക്ക് രണ്ട് ടൈപ്പായിട്ടാണ് മെയിൻ ആയിട്ട് മാറുക. ഒന്ന് പ്രോ കാരിയോട്ടിക് സെല്ലും ഒന്ന് യു കാരിയോട്ടിക് സെല്ലും എന്ന് പറയും. പ്രോ കാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ പ്രിമിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിഗിനിങ് ആയിട്ടുള്ള സാധനങ്ങളാണ്. യു കാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ അവർ ഡെവലപ്ഡ് ആയി ഒരു മൾട്ടി സെല്ലുലാർ ആണ്. പ്രോ കാരിയോട്ട്സ് ഒക്കെ എപ്പോഴും യൂഷ്വലി നമ്മൾ പറയില്ലേ, ജനിച്ചു വീഴുന്ന കുട്ടികളെ പോലെ എന്നുള്ള രീതിയിൽ അവർ ഡെവലപ്പ് ആയി വരുന്നേ ഉള്ളൂ. അപ്പൊ അവരുടെ എല്ലാ തരത്തിലുള്ള ഓർഗനൈസുകളില്ല, അങ്ങനത്തെ ഒരു കുറച്ച് ഷോർട്ടേജ് ഒക്കെ ഉണ്ടാവും അവരുടെ. എന്നാൽ യു കാരിയോട്ട് അങ്ങനെ ആയിരിക്കില്ല, ഫുള്ളി ഡെവലപ്ഡ് ആയിരിക്കും. ഇവരിൽ നടക്കുന്ന ഡിവിഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു സെല്ല് അത് പിന്നെ വളർന്നു വലുതാവണമെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അതേമാതിരി നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതായിരിക്കും ഈ മൈറ്റോസിസ്, മിയോസിസ്. പക്ഷെ അത് ആക്ച്വലി നടക്കുന്നത് യു കാരിയോട്സിൽ മാത്രമാണ്. ഓക്കെ. യു കാരിയോട്ടിന്റെ ഡിവിഷൻ, സെൽ ഡിവിഷൻ ആണ് മൈറ്റോസിസും മിയോസിസും എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ പ്രോ കാരിയോട്സിൽ നടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി ഫിഷൻ. ഒരെണ്ണം, എ പാരന്റ് സെൽ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഫോം ടു ഐഡന്റിക്കൽ ഡോട്ടർ സെൽസ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഈക്വൽ ആയിട്ടുള്ള ഒരു ഡോട്ടർ സെൽസുകളായിട്ട് മാറുന്നതിനെ പറയും ബൈനറി ഫിഷൻ. ഒരെണ്ണം രണ്ടായിട്ടാണ് മുറിഞ്ഞോളും. അത് നമ്മുടെ പ്രോ കാരിയോട്സിൽ മാത്രം നടക്കുന്നത്. യു കാരിയോട്സിൽ നടക്കുന്നതാണ് ഈ പറഞ്ഞ പോലെ മൈറ്റോസിസും മിയോസിസും. ഇതിലുള്ള 4-5 ഫേസസ് ആണ് ഈ പറയുന്ന പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടെലോഫേസ് എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഇതുവരെ അതിനെക്കുറിച്ച് അങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടുമില്ല. അതാണ് ഏറ്റവും വലിയ രസം. പക്ഷെ ഇതെല്ലാം ആ സെൽ ഡിവിഷൻ അല്ലെങ്കിൽ മൈറ്റോസിസിലെ ഓരോ സ്റ്റേജസ് ഓഫ്, ഇപ്പൊ ഈ പറയുന്ന പോലെ ക്രോമസോംസുകളുടെ എണ്ണം മാറുന്നു, അതിട്ട് പിന്നെ ഡെവലപ്പ്, ഒരു കുഞ്ഞ് വയറ്റിൽ കിടന്നിട്ട് വലുതാവുന്ന മാതിരിത്തെ ഫോർമേഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. അത് ഓരോ സ്റ്റേജസ് ഓഫ് ഇതാണെന്ന് മാത്രം. പക്ഷെ ആ സ്റ്റേജസ് മാത്രം നിങ്ങൾ വേണമെങ്കിൽ ഓർത്താൽ ചിലപ്പോൾ വേണമെങ്കിൽ അത് ഒരു ഡയറക്ഷൻ ആയിട്ട് വേണമെങ്കിൽ അവർ തന്നു എന്ന് വരാം. അത്രയേ ഉള്ളൂ. അപ്പൊ ആദ്യം ഈ പറഞ്ഞ പോലെ പ്രൊഫേസ് ആയിരിക്കും, അങ്ങനെ മെറ്റാഫേസ് വരും, അനാഫേസ് വരും, ടെലോഫേസ് വരും. ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ നമ്മൾ കാണുന്നത്. മൈറ്റോസിസ് ആൻഡ് മിയോസിസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു കാരിയോട്സിൽ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ. സോ ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമായിരുന്നു. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പോകാം. അതിലും നമുക്ക് ഇതേമാതിരി ഡൗട്ടുകൾ വരുമ്പോൾ ധൈര്യമായിട്ട് ചെയ്യാം. ഓക്കെ. ഞാൻ ആക്ച്വലി എൻ്റെ മൊബൈൽ ഇന്റർനെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ വീഡിയോ ചിലപ്പോൾ ഒന്ന് ഞാൻ ഓഫ് ആക്കിയെന്ന് വരും. ഓക്കെ. ബട്ട് അവൈലബിൾ തന്നെയാണ്, പേടിക്കണ്ട. അതേമാതിരി നിങ്ങൾ ആകെ ഒരു കുഞ്ഞ് റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. പൊതുവെ ഓൺലൈനിലൊക്കെ എടുക്കുമ്പോൾ ആരും പൊതുവെ നിങ്ങൾ ആരും റെസ്പോണ്ട് ഒന്നും ചെയ്യില്ല. ലൈക്ക് നിങ്ങളെല്ലാം സ്റ്റുഡൻസ് ആരും ചാറ്റാണ് പൊതുവെ എല്ലാവരുടെയും വരാറില്ല. ചാറ്റായിട്ട് വന്നാലും മതി, എനിക്ക് വിരോധമില്ല. ഓക്കെ. ഇൻ കേസ് കിട്ടുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വിഷയമില്ല. തെറ്റ് പറഞ്ഞാലും വിഷയമൊന്നുമില്ല. ആരും ഒരിക്കലും പെർഫെക്റ്റ് ഒന്നുമല്ല. ഓക്കെ. സോ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസുകളിലേക്കായിട്ട് മൂവ് ചെയ്യണം. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. Which one of the following is the source of energy? ഇതിലെ സോഴ്സ് ഏതാണ് എന്നതാണ് ചോദ്യം. ഏതായിരിക്കും? ഏത് ഓപ്ഷൻ ആയിരിക്കും? എന്തോ ഒരു മോളിക്യൂൾ എന്നുള്ള രീതിയിലാണ് ഇതിനറിയപ്പെടാറ്. ഏതായിരിക്കും എന്ന് അറിയാമോ? പെർഫെക്റ്റ്. പാർവതി കറക്റ്റ് ആണ്. ഗുഡ്. ഇൻ കേസ് അറിയാത്തവരാണെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല. എ ടി പി എന്ന് പറയും. എ ടി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ട്രൈഫോസ്ഫേറ്റ് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നതിന്റെ ഭാഗത്തിൽ പെടുന്നത്, നമ്മുടെ റൈബോസോമിന്റെ ഇതാണ്. കഴിഞ്ഞ കൊല്ലം വന്നതില് മുമ്പത്തെ വന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ചോദിച്ചിട്ടുണ്ട്. ഇതിനു മുന്നേ 2016, 17 ആ കാലഘട്ടങ്ങളിലും ഇതേ സാധനം ഇതേമാതിരി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ എ ടി പി മോളിക്യൂളാണ് നമ്മുടെ റൈബോസോംസിൽ ഈ പറഞ്ഞത്
പ്രൊഡക്ഷൻ, എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പൊ സെല്ലിന്റെ എനർജി പ്രൊഡക്ഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ATP മോളിക്യൂൾസ്. അടുത്തതിലേക്ക് പോവുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ പ്രോകാരിയോട്ടിക് സെൽ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അത് പ്രിമിറ്റീവ് ആണ്. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ബിഗിനിങ്, സ്റ്റാർട്ടിങ്, ഒരു സെല്ലിന്റെ തുടക്കം, PP എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചോളൂ. പ്രിമിറ്റീവ് ആണ്. ഓക്കെ. ആ, പെർഫെക്റ്റ്. അദ്വൈ കറക്റ്റ് ആണ്, ഗുഡ്. ജാനസ് കറക്റ്റ് ആണ്, ഗുഡ്. ഇതിനകത്ത് ഇല്ലാത്ത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മുടെ ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഒരു പ്രോകാരിയോട്ട് അല്ലേ, എന്തുകൊണ്ട് അതിന്റെ ഏറ്റവും ബേസിക് സാധനമായിട്ടുള്ള നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിന്റെ CPU എന്നൊക്കെ പറഞ്ഞ പോലെ, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ CPU എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സെല്ലിന്റെ CPU എന്ന് പറഞ്ഞാൽ പവർ ഹൗസ് എന്ന് പറയുന്ന സാധനമാണ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ട് അതില്ല? കാരണം മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസുകളൊന്നും, മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഉള്ള ഒരു ഓർഗനലും നമ്മുടെ പ്രോകാരിയോട്ടിൽ ഇല്ല. ഓക്കെ, മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു ഓർഗനലും. നമുക്ക് കുറേ ഓർഗനൽസ് ഉണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഉപകാരപ്പെടും. അതായത് നമുക്ക് കുറേ ഓർഗനൽസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാ നമുക്കുള്ള മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഇപ്പൊ നമുക്ക് ന്യൂക്ലിയസിന് ചുറ്റും ഒരു, ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ആ ഫോട്ടോ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഈ ന്യൂക്ലിയസിന് ചുറ്റും കണ്ടോ ന്യൂക്ലിയർ ഒരു വലയം മാതിരി കിടക്കും. ഇതൊക്കെയാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ആ മെംബ്രെയിൻ, ആ വലയത്തിനെയാണ് മെംബ്രെയിൻ, അല്ലെങ്കിൽ ഒരു ഒരു വലയത്തിന്റെ ഉള്ളിൽ കിടക്കുന്നതിനെയാണ് ഈ സാധനം പറഞ്ഞത്. അപ്പോൾ ഒന്ന് ന്യൂക്ലിയസ്, ഇതൊരു മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലാണ്. അടുത്തത് മൈറ്റോകോൺട്രിയ. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുന്നത് വളരെ വളരെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. മൈറ്റോകോൺട്രിയ ഇതൊരു മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലാണ്. അതേമാതിരി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, രണ്ടുപേരുന്നുണ്ട്. എൻഡോ പ്ലാസ്മിക്, അതായത് സ്മൂത്തും ഉണ്ട് റഫും ഉണ്ട്. സ്മിക് റെറ്റിക്കുലം. അതേമാതിരി നമുക്ക് വേറൊരാളുണ്ട്, ഗോൾജി ബോഡീസ് അല്ലെങ്കിൽ ഗോൾജി അപ്പാരറ്റസ് എന്നൊക്കെ അറിയപ്പെടും. ചില ബുക്കിൽ ഗോൾജി അപ്പാരറ്റസ് എന്നായിരിക്കും, ചിലതിൽ ഗോൾജി ബോഡീസ് എന്ന് പറയും. പിന്നെ നമ്മുടെ സൂയിസൈഡൽ ബാഗ്സ് എന്നറിയപ്പെടുന്ന ലൈസോസോംസ്. അതേമാതിരി പ്ലാന്റ്സിൽ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർ, നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ്. ഇതൊന്ന് നോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരമാണ്, കാരണം ഇനിയും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അതേമാതിരി എന്തും സ്റ്റോർ ചെയ്യുന്ന വാക്യൂൾസും. ഇത്രയും സാധനങ്ങൾക്ക് ചുറ്റും ഒരു മെംബ്രെയിൻ ഉള്ളതാണ്. ഇതെല്ലാം മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസുകളാണ്. എന്നാൽ ബാക്കിയുള്ള ഇവരൊന്നും, ഇത് സ്ട്രക്ചർ ഈസ് നോട്ട് പ്രസന്റ് ഇൻ പ്രോകാരിയോട്ട് എന്ന് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോകാരിയോട്ടില് അതൊരു പ്രിമിറ്റീവ് ആണ്. സോ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലുകളൊന്നും അതിനകത്ത് ഉണ്ടാവില്ല. റൈബോസോം, പ്ലാസ്മ മെംബ്രെയിൻ, സെൽ വാൾ, ഇതെല്ലാം മെംബ്രെയിൻ ഒന്നും ഇല്ല, ഫ്രീ ആയിട്ട് കിടക്കുന്ന ആൾക്കാരാണ്, ഓടിക്കളിച്ച് നടക്കുന്നത്. അതായത് ആ സെല്ലിനകത്ത് വെറുതെ ഓടിക്കളിക്കുന്ന ആൾക്കാരിൽ പെടുന്നവരാണ് ഇവരൊക്കെ. അപ്പോൾ അതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് മെംബ്രെയിൻ ഉണ്ടാവില്ല. ഇതൊരു മെംബ്രെയിൻ ഉണ്ടാവും, ആ മെംബ്രെയിൻ്റെ അകത്ത് ഇവർ ഇരിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? എഴുതിയെടുത്തല്ലോ. സോ ഞാൻ അടുത്തേക്ക് പോയിക്കോട്ടെ. ഇൻ കേസ് എഴുതിയെടുത്തെങ്കിൽ ഒരു തംസപ്പ് ഇട്ടാലും മതി, കുഴപ്പമില്ല. കാരണം ഇത് എന്തായാലും 100% ഇനിയും ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണത്. ഓക്കെ, സോ ഞാൻ അടുത്തേക്ക് പോവുകയാണ്. അടുത്തത്, ഇൻ പ്രോകാരിയോട്ടിക് ഓർഗാനിസം ന്യൂക്ലിയർ റീജിയൻ ഈസ് നോട്ട് സറൗണ്ടഡ് ബൈ എ മെംബ്രെയിൻ. ദിസ് അൺഡിഫൈൻഡ് ന്യൂക്ലിയർ റീജിയൻ ഈസ് നോൺ ആസ്. ആ റീജിയനെ വിളിക്കുന്ന പേരെന്താണ്? അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ നേരത്തെ അതിന് ഉള്ളിൽ കിടക്കുന്ന ഒരു സ്ട്രക്ചർ കണ്ടത്, ന്യൂക്ലിയോയിഡ്സ് എന്ന് പറയും. ഇതിനകത്ത് DNA ഒക്കെ കിടക്കുന്നത് നമ്മുടെ ഇതിൻ്റെ അകത്താണ്, ന്യൂക്ലിയോയിഡ്സിൻ്റെ അകത്താണ്. പ്രോകാരിയോട്ടിൽ DNA എല്ലാം ഇരിക്കുന്നത് ന്യൂക്ലിയോയിഡിന്റെ അകത്താണ്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്, കാരണം ഇത് വേണമെങ്കിൽ വെച്ചിട്ട് അവർക്ക് അടുത്തൊരു ചോദ്യങ്ങളിലേക്ക് ഇറക്കാം. DNA പ്രസന്റ് ചെയ്യുന്നത് എന്തിനകത്ത്, അങ്ങനെയും ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. DNA ന്യൂക്ലിയോയിഡിന്റെ അകത്താണ് ഉള്ളത്. അടുത്തത്, ഇൻ മോസ്റ്റ് പ്രോകാരിയോട്സ് ദ ക്രോമസോം നമ്പേഴ്സ് ഈസ്. അതിനകത്തുള്ള ക്രോമസോം നമ്പറുകളുടെ എണ്ണം എത്രയാണ്? ഒരു സെല്ലേ ഉള്ളൂ. പ്രോകാരിയോട്സ് യൂഷ്വലി ഞാൻ പറഞ്ഞ പോലെ യൂണിസെല്ലുലാർ ആണ്, അങ്ങനെ ആലോചിച്ചോളൂ. അപ്പോൾ
ഇതൊരു സിംഗിൾ സെല്ലാവുമ്പോൾ സിംഗിൾ ക്രോമസോം. നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട, കാരണം സിംഗിൾ സെല്ലിന് യൂണിസെല്ലുലാർ ആണ് യൂഷ്വലി ആര്, നമ്മുടെ പ്രോകാരിയോട്സ്. യൂണിസെല്ലുലാർ ആവുമ്പോൾ സിംഗിൾ സെല്ലല്ലേ, അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ കണക്ട് ചെയ്തു. യൂണിസെല്ലുലാർ എന്ന് പറയുമ്പോൾ സിംഗിൾ സെൽ, അപ്പോൾ സിംഗിൾ ക്രോമസോം. ഓക്കെ, അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അടുത്തത്, യൂകാരിയോട്ടിക് സെൽസ് ആർ മച്ച് മോർ കോംപ്ലെക്സ് ആസ് കമ്പയർഡ് ടു പ്രോകാരിയോട്സ്. ശരിയാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചർ ഈസ് എക്സ്ക്ലൂസീവ്ലി പ്രസന്റ് ഇൻ ആൻ യൂകാരിയോട്ടിക് സെൽ? അതായത് അതിനകത്തുള്ള ഏതൊരു മെമ്പറേൻ, അവർ ചോദിക്കുമ്പോൾ അവർക്ക് അങ്ങനെ കുഴപ്പിച്ച് ചോദിക്കാൻ അറിയുള്ളൂ. ഇതിനകത്ത് യൂകാരിയോട്ടിൽ ഉള്ള സാധനം ഏതാണ് എന്നാണ് ചോദ്യം. അതേതായിരിക്കും? കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ചുള്ളൂ. ഞാൻ ഏതൊക്കെയാന്ന് പറഞ്ഞുള്ളൂ. ആ, ജാനസ് ഒന്നും കൂടി നോക്കാമോ? ബി ഒന്നും കൂടി നോക്കാമോ? പ്രോകാരിയോട്ട് യൂകാരിയോട്ട് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഇതിലേക്ക് മാറില്ല. എന്താ പറയുക, പ്ലാന്റ് ആനിമലിലേക്ക് ഒരിക്കലും മാറുന്നതല്ല. ഇത് ഒരൊറ്റ സെല്ല് തന്നെയാണ്, അത് രണ്ടിലും കാണാം. ഓക്കെ, അതിൽ ജാനസ് എല്ലാവരും പ്ലാസ്മ മെംബ്രെയിനിലേക്കാണ് പോകുന്നത്. ഓക്കെ, പോട്ടെ. സംഭവം നമ്മുടെ ആൻസർ ഇതാണ്. കാരണം ഇവർ ചോദിച്ചത് യൂകാരിയോട്ടിക് സെൽസ് ആർ മച്ച് മോർ കോംപ്ലെക്സ് ആസ് കമ്പയർഡ് ടു പ്രോകാരിയോട്ട്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചർ ഈസ് എക്സ്ക്ലൂസീവ്ലി പ്രസന്റ് ഇൻ യൂകാരിയോട്ട്? എന്തായിരുന്നു പ്രോകാരിയോട്ടും യൂകാരിയോട്ടും തമ്മിലുള്ള കുഞ്ഞ് വ്യത്യാസം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി പ്രോകാരിയോട്ടിൽ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനുകൾ ആരും ഇല്ല. എന്നാൽ നമ്മുടെ ഇതുണ്ട്, ഏത്, മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനുകളൊന്നും ഉണ്ടാവില്ല ആരുടെയില്, പ്രോകാരിയോട്ടിൽ. യൂകാരിയോട്ടിൽ ഈ പറഞ്ഞത് എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. ഞാൻ നേരത്തെ എഴുതി തന്ന ലിസ്റ്റില്, എൻ്റെ അറിവില് നേരത്തെ എഴുതി തന്ന ലിസ്റ്റില് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനലിൽ പെടുന്നതാണ് ആര്, മൈറ്റോകോൺട്രിയ. അത് ആരിലുണ്ടാവില്ല, പ്രോകാരിയോട്ടിൽ ഉണ്ടാവില്ല. പക്ഷെ അത് ആരുടെയിൽ ഉണ്ടാവും, യൂകാരിയോട്സിൽ ഉണ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞത്. പ്രിമിറ്റീവ് പ്രോകാരിയോട്ട് ഇവരിൽ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു ഓർഗനലിനെയും കാണാൻ കിട്ടൂല, പക്ഷെ ഇതിൽ കാണാൻ പറ്റും. ന്യൂക്ലിക് ആസിഡ്, ആസിഡ് എന്ന് പറയുന്നത് ആ ഈ പറയുന്ന നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ അതിനെ സെൽ മെംബ്രെയിൻ എന്ന് പറയും. ഓക്കെ, അതിന് അത് തന്നെ നമുക്ക് രണ്ട് ടൈപ്പായിട്ട് മാറും. വീണ്ടും പറയും, ഇതിനകത്ത് ഓടിക്കളിക്കുന്ന ജെല്ലി സാധനം, അതിനാണ് ഈ ന്യൂക്ലിക് ആസിഡ്, ന്യൂക്ലിയോപ്ലാസം, സൈറ്റോപ്ലാസം. പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കുന്ന വേറെ പേരുകളാണ്. ഒന്ന് സൈറ്റോപ്ലാസം, അതായത് ന്യൂക്ലിയസിന് മുകളിൽ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം സൈറ്റോപ്ലാസം, ന്യൂക്ലിയസിനകത്ത് ഇരിക്കുന്നതെല്ലാം ന്യൂക്ലിയോപ്ലാസം എന്ന് പറയും. ന്യൂക്ലിക് ആസിഡ് ഒക്കെ എല്ലാത്തിലും പ്രസന്റ് ആണ്. സെൽ വാൾ, പ്ലാന്റ് സെല്ലിന്റെ ഇതിൽ, ആനിമൽ സെല്ലിൽ ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ യൂകാരിയോട്ട് പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞ ഒരു സെല്ലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ്. ജനിച്ചു വീഴുന്ന അല്ലെങ്കിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള സാധനത്തിൽ ഈ പറഞ്ഞ സെൽ വാൾ ആണ് ഉണ്ടാവാതിരിക്കുക, ഇല്ല സോറി, മൈറ്റോകോൺട്രിയ ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ബൗണ്ട് ഓർഗനിൽ മാത്രമേ ഉണ്ടാവാതിരിക്കൂ. ബാക്കി എല്ലാവരും ഈ പറഞ്ഞത് മാതിരി ഉണ്ട്. അപ്പൊ അവർ ചോദിച്ചത് യൂകാരിയോട്ടിക് സെല്ലിൽ എന്താണ് ഉള്ളത് കമ്പയർ ടു പ്രോകാരിയോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയ. കാരണം അത് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലാണ്. അതായിരുന്നു വിഷയം. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തിലേക്ക് പോവാണ്. അപ്പൊ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, അതാ അവർക്ക് ഇങ്ങനെ ചോദിക്കാൻ അറിയില്ല. അപ്പൊ ആ കുഞ്ഞു കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് ആൻസറുകളിലേക്ക് എല്ലാം എത്താൻ പറ്റും. ഓക്കെ, അടുത്തത്, ഇൻ പ്ലാൻ സെൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻസ് ദർ ഓൺ ഡി എൻ എ? ഒരു പ്ലാൻ സെല്ലില് ഏതിലൊക്കെയാണ് ഡി എൻ എ ഉണ്ടാകുന്നത്? അതായത് സെല്ലിന്റെ അകത്തുള്ള കുറച്ച് ആൾക്കാരാണിത്, സെല്ലിന്റെ അകത്തുള്ള കുറച്ച് ഓർഗനലുകളാണിത്. ഇതിനകത്ത് എവിടെയാണ് ഡി എൻ എ, അവർക്ക് സ്വന്തമായിട്ട് ഡി എൻ എ ഉണ്ടാവുക എന്നാണ് ചോദ്യം. യെസ്, അതിൽ കറക്റ്റ് ആണ്. ഗുഡ്. എന്ത് വന്നാലും ഇവിടെ നോക്കിക്കോ, ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് എന്തായാലും ഡി എൻ എ വേണം, എന്നാലേ ഫുഡ് അവിടെ ഉണ്ടാവുള്ളൂ. മൈറ്റോകോൺട്രിയ നമ്മുടെ പവർ ഇതാണ്, പവർ ഹൗസ് എന്നൊക്കെ പറയുന്നത്, നമ്മുടെ എ ടി പി മോളിക്യൂൾ കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ച പോലെ. ഈ രണ്ടിലും ആരുണ്ടാകും, ഡി എൻ എ ഉണ്ടാകും. കാരണം സിംബയോട്ടിക് തിയറി, അതായത് നമ്മള് ഹലോ, കേൾക്കുന്നുണ്ടോ? സോറി, എൻ്റെ വോയിസ് എന്തോ കട്ടായി. കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഉണ്ട്. ഓക്കെ, സോറി. അതായത് നമ്മുടെ എൻഡോ സിംബയോട്ടിക് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
മൈറ്റോകോൺട്രിയൽ അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിലൊക്കെ കാണുന്ന ഈ ഫ്രീ ലിവിങ് ബാക്ടീരിയാസ് എന്ന് അറിയപ്പെടും. അതിന്റെ ആ ബാക്ടീരിയാസിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആൻസിസ്ട്രൽ സെൽസുകൾ അല്ലെങ്കിൽ വേറെ ഓർഗനൽസ് അതിനെ എന്താ പറയുക സ്വോളോ ചെയ്യുക, അല്ലെങ്കിൽ അതിനെയും കൂടി എന്താ പറയുക വിഴുങ്ങിയിട്ട് പുതിയൊരു സെല്ലിനെ അല്ലെങ്കിൽ രൂപം കൊള്ളിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ എൻഡോസിംബയോട്ടിക് തിയറി എന്നാണ്. എന്താന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് അത്യാവശ്യം ഇൻഡെപ്ത് തന്നെയാണ്, അങ്ങനെ വലിയതായിട്ടൊന്നും പഠിക്കും, പക്ഷെ അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഒരു ചെറിയ ഫ്രീ ലിവിങ് ബാക്ടീരിയാസിനെ ഈ പറയുന്ന പോലെ എന്താ പറയുക ബാക്കി വേറെ അതിന്റെ ഹയർ സെൽസുകൾ അതിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു ഓർഗനൽ ഫോർമേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത്രയേ ഉള്ളൂ. ഓക്കെ. അടുത്തത് ബാക്ടീരിയൽ DNA ഈസ് റെഫേർഡ് ടു ആസ് എ നേക്കഡ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത്. എന്തുകൊണ്ടായിരിക്കും, എന്തിനോട്ടാണ് അസോസിയേറ്റ് ചെയ്യാത്തത്? അദ്വൈ കറക്റ്റ് ആണ്. ഗുഡ്. അതിൽ ഒന്നും കൂടി നോക്കാമോ? സംഭവം നമ്മുടെ ആൻസർ പ്രോട്ടീൻസ് ആണ്. DNA എപ്പോഴും കൂടുതൽ കാണപ്പെടുന്നതും ഒരു പ്രോട്ടീൻ ഇതാണ്. കാരണം ഹിസ്റ്റോൺസ് എന്ന് പറയും, അതാണ് DNA കാണുന്ന ഒരു പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഹിസ്റ്റോൺസ് അതാണ് DNA സ്ട്രക്ചറിൽ കാണുന്ന പ്രോട്ടീൻസ്. അതുകൊണ്ടാണ് എപ്പോഴും DNA എപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്നത് പ്രോട്ടീൻസ് ആയിട്ടായിരിക്കും. ഓക്കെ, അത് ഓർത്ത് വെച്ചു. DNA പ്രോട്ടീൻസ് ആണ് നമ്മുടെ. കാരണം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, പ്രോട്ടീൻസ് നമ്മൾ എന്തിനാണ് നമ്മുടെ ബോഡിക്ക് കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ, നമ്മുടെ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മൾ വളർന്ന് നല്ല കുട്ടപ്പനോ അല്ലെങ്കിൽ നല്ല അടിപൊളി ആവാൻ വേണ്ടി നമ്മൾ പ്രോട്ടീൻസ് കഴിക്കും. സെയിം നമ്മുടെ പ്രോട്ടീൻസ് അങ്ങനെ കഴിക്കുന്നു. DNA എന്താ നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മുടെ ജീനാണ് നമ്മളെ ഡെവലപ്പ് ആക്കുന്നതും ഈ പറഞ്ഞ DNA. അപ്പൊ അത്ര ആലോചിച്ചു, നമ്മൾ ഡെവലപ്മെന്റ് വരുത്തുന്നത് പ്രോട്ടീൻസ് ആണ്. അപ്പോൾ ഇവിടെയും അതേ സംഭവം വരും. ഓക്കെ. അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് സെൽ ടൈപ്സ്. ഒരു 4 തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ആനിമൽ സെൽ ടൈപ്പ് എന്നാണ് ചോദ്യം. 1, 2, 3, 4 ഇതിലേതാണ്? ഇവരെ ഉദ്ദേശിക്കുന്നത് വൺ മോണോസൈറ്റ് മാത്രം എന്നല്ല. ഇപ്പൊ 1 എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്നെന്നായിരിക്കും. 2 എന്ന് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണായിരിക്കും. ആക്ച്വലി ഇവിടെ എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനസ് കറക്റ്റ് ആണ്. അതിൽ കറക്റ്റ്, കാരണം എല്ലാവരും ഉണ്ട്. മോണോസൈറ്റ്, കോൺട്രോസൈറ്റ്, ബാസോഫിൽ, ലിംഫോസൈറ്റ്സ്, അതായത് WBCs അല്ലേ. കോൺട്രോസൈറ്റ്സ് എന്ന് പറഞ്ഞതിന് മാത്രം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല. പുള്ളി കാർട്ടിലേജിൽ ഉള്ള സെല്ലാണ്, കാർട്ടിലേജസിൽ കാണുന്ന ഒരു സെല്ലാണത്. ഓക്കെ. ബാക്കി എല്ലാവരും WBCയുടെ ഓരോ ആൾക്കാരുകളാണ്. സോ 4 ഇവിടെ ഉള്ളതാണ് ആനിമൽ സെല്ലിന്റെ ടൈപ്പുകളാണ്. ചിലപ്പോൾ RBC അല്ലെങ്കിൽ അതിന്റെ ത്രോംബോസൈറ്റ്സ് അല്ലെങ്കിൽ ലൂക്കോസൈറ്റ്സ് അങ്ങനെയൊക്കെ വ്യത്യാസപ്പെടുത്തിയിട്ട് വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. ഇത് ഇതെല്ലാം അതിന്റെ ഓരോ ഭാഗങ്ങളാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് 2 സെൽ ഓർഗനൽസ് ഹാവ് ദെയർ ഓൺ ജനറ്റിക് മെറ്റീരിയൽ? കുറച്ചു മുമ്പ് നമ്മൾ ഉത്തരം പറഞ്ഞു. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞു. ഇവിടെ പ്ലാസ്റ്റ് വേണ്ട, പ്ലാസ്റ്റിഡ്സ്. ഇതാണ് ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആവണം എന്ന് പറഞ്ഞത്. അതാണ് നമുക്ക് ബയോളജിക്കുള്ള ഒരു യെസ് കറക്റ്റ്. സോ ബോത്ത് കണ്ടെയ്ൻ ഇൻഡിപെൻഡന്റ് DNA ആൻഡ് റൈബോസോംസ്. കുറച്ച് മുമ്പ് നമ്മൾ ചെയ്തതിന്റെ വേറെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആവുന്നതാണ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ് ഓർ കമ്പോണൻസ് ഈസ് നോട്ട് ഓൾവേസ് പ്രസന്റ് ഇൻ ലിവിങ് സെൽ? ലിവിങ് സെല്ലിൽ എപ്പോഴും പ്രസന്റ് അല്ലാത്തത് ഏതാണ്? ഒരു ലിവിങ് സെൽ എന്നാണ് പറഞ്ഞത്. യെസ് കറക്റ്റ്. അദ്വൈ കറക്റ്റ് ആണ്. ഗുഡ്. ആദിൽ കറക്റ്റ് ആണ്. ഗുഡ്. സെൽ വാൾ ഇതാണ്. കാരണം അത് ആരുടെയും ഇല്ല, പ്ലാന്റ് സെല്ലിൽ മാത്രമേ സെൽ വാൾ ഉള്ളൂ. ആനിമൽ സെല്ലിൽ ഒരിക്കലും പുള്ളിയില്ല. ഓക്കെ. ബാക്കി എല്ലാ ആൾക്കാരും 2 സെല്ലുകളിലും ഉള്ളവർ തന്നെയാണ്. സെൽ വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് കിടക്കുന്നതായിരിക്കും. ഇപ്പൊ ഒരു സെല്ലാണെങ്കിൽ അതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് വന്ന് നിൽക്കുന്നതാണ് ഈ പറയുന്ന സെൽ വാൾ. അത് പ്ലാന്റ്സിൽ മാത്രമേ ഉള്ളൂ. കാരണം അവർക്ക് അധികം വാട്ടർ ലോസ് ഒന്നും വരാൻ പറ്റില്ല. നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആനിമൽ സെല്ലിൽ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പോയി എണീറ്റ് കുടിക്കാം. നമ്മളൊക്കെ ആനിമൽ സെല്ലിൽ പെടുന്നവരാ. പക്ഷെ പ്ലാന്റ്സിന് അങ്ങനെ പോയിട്ട് കുടിക്കാനൊന്നും പറ്റില്ല. വാട്ടർ ലോസ് വന്നു കഴിഞ്ഞാൽ അപ്പൊ അതിന് ഒരുപാട് വാട്ടർ ലോസ് വരുത്താൻ വയ്യ. അപ്പൊ അതിന് മാക്സിമം പിടിച്ചു വെക്കണം.
അതിന് കുറച്ച് ഇപ്പൊ നമ്മളെ ആരെങ്കിലും തല്ലാൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് തടുക്കാം, പക്ഷെ അവർക്ക് ആർക്കും അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരുപാട് കുറച്ച് പ്രൊട്ടക്ഷൻ, റിജിഡിറ്റി, സപ്പോർട്ട്, ഈ പറയുന്ന എല്ലാത്തിനും കൂടി വേണ്ടിയിട്ട് അവർക്കൊരു സെൽ വാൾ, ഒരു അഡീഷണൽ സപ്പോർട്ടിന് വേണ്ടി കൊടുക്കുന്ന ഒരു സാധനമാണ്. അത് നമ്മുടെ പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ആനിമൽ സെല്ലിൽ ഒരിക്കലും ഉണ്ടാവില്ല. ഓക്കെ, അടുത്തതിലേക്ക് പോവുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ലൈസോസോം ഈസ് നോട്ട് കറക്റ്റ്? ഈ വാക്കുകളാണ് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ പോവുക. കറക്റ്റ് ഏതാന്നല്ല, കറക്റ്റ് അല്ലാത്തത് ഏതാന്നാണ്. എസ്പെഷ്യലി നമ്മൾ സീരിയസ് എൻ ഡി എഴുതുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും പണ്ടത്തെ കാലത്തെ ഇതിലാണ് അവർ പോകുന്നത്, പേപ്പറിൽ കറപ്പിക്കലാണ്. അപ്പൊ എങ്ങാനും കറപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ ഇതല്ല അപ്പുറത്താണെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തോടെ നെഗറ്റീവ് ആവും. അപ്പം ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം മാത്രം ഇത് ചെയ്യാം. പുതിയ ഓൺലൈൻ മെത്തേഡ് ആണെങ്കിൽ നമുക്ക് വിഷയമില്ല, മാറ്റി കുത്തി ക്ലിക്ക് ചെയ്ത് മാറ്റി കളിക്കാം. ഇത് ഏതായിരിക്കും? ഇവന്മാരെ അറിയപ്പെടുന്ന പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂയിസൈഡൽ ബാഗ്സ് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. ആ യെസ്, ജാനസ് കറക്റ്റ് ആണ്. ഗുഡ്. അതായത് ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ, ഒരു സഞ്ചി മാതിരിയാണ് ഇവരിയ്ക്കുക. ഓക്കെ, ഇവരുടെ പ്രധാന പരിപാടി വേസ്റ്റ് ഡിസ്പോസലാണ്. ഓക്കെ, ഇവരെ അറിയപ്പെടുന്നതും സൂയിസൈഡൽ ബാഗ്സ്, അതായത് ആ സെല്ലിനെ മൊത്തത്തോടെ അതിന്റെ ഈ പറഞ്ഞ പോലെ വേസ്റ്റ് ഡിസ്പോസൽ ആകുമ്പോൾ അതിന്റെ പരിപാടി കഴിയുമ്പോൾ അതിനെ മൊത്തത്തോടെ ഉപേക്ഷിപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ വേണ്ടാണ്ട് എന്താ പറയുക വേസ്റ്റ് മൊത്തം കളഞ്ഞിട്ട് ആ സെല്ലിനെ മൊത്തത്തോടെ നശിപ്പിക്കുന്ന രീതിയിൽ ആയതുകൊണ്ടാണ് അത് അങ്ങനെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇത് ഒരു പ്രൊട്ടക്ഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു നമ്മുടെ സോൾജേഴ്സ് ഓഫ് ദ ബോഡി എന്നൊക്കെ നമ്മുടെ WBC എന്നൊക്കെ പറയുന്ന പോലെ ലൈസോസും ഒരു സെല്ലിന്റെ സോൾജേഴ്സ് ആണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ അറ്റാക്കിങ്, ആദ്യം എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫൻസ് മെക്കാനിസം ഇവർ ഇറക്കുന്നതാണ്. എന്നാൽ ഈ പറയുന്ന സംഭവം ഇവരുടെ ഇല്ല. ഓക്കെ, അവര് ഓർഗാനിക് സബ്സ്റ്റൻസുകളെ മാത്രമാണ് ഡൈജസ്റ്റ് ചെയ്യുള്ളൂ, ഇൻഓർഗാനിക് മെറ്റീരിയൽസ് അല്ല. ഒരു സെല്ലിൻ്റെ അകത്ത് അത് അങ്ങനെ വരവുമില്ല. ഓക്കെ, അടുത്തതിലേക്ക് പോവുകയാണ്. ഇപ്പൊ കുറച്ച് മുമ്പ് നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യനിലുണ്ട് ഇതിന്റെ ഉത്തരം ശരിക്കും പറഞ്ഞു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ പ്രൊഡ്യൂസസ് ആന്റിബോഡീസ് അഗെയിൻസ്റ്റ് എ ഫോറിൻ ആന്റിജൻ? ഏതായിരിക്കും? നിങ്ങൾക്ക് കണ്ണടച്ച് ഈ ഓപ്ഷനിലേക്ക് പോവാം. കാരണം ഇവിടെ കുറച്ചു മുമ്പ് പറഞ്ഞു ഇവരെന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് എൻട്രി ഓഫ് ഫോറിൻ മെറ്റീരിയൽ. അത് ലൈസോസോമിന്റെ ഒരു പ്രധാന ഫംഗ്ഷൻ ആണ്. ആന്റിബോഡീസ് എഗെയിൻസ്റ്റ് ഫോറിൻ ആന്റിജൻ, ഇതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ദ ബോഡി. ആദ്യത്തെ പ്രൊട്ടക്ഷൻ നടത്തുന്ന അതേ പരിപാടിയാണ് ഇവിടെ. സോ ഉത്തരത്തിൽ വ്യത്യാസങ്ങൾ വരില്ല. അവര് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസം, ആരേ ആളാണ്, പക്ഷെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇങ്ങനെ മാത്രം കണ്ടോ. ഇവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ദ എൻട്രി ഓഫ് ഫോറിൻ മെറ്റീരിയൽ എന്ന് പറയുന്നു, ഫോറിൻ ആന്റിജൻ എന്നാക്കുന്നു. ഇങ്ങനെ അവരുടെ ചേഞ്ചസുകൾ വരുള്ളൂ. ഉത്തരവും സെയിം തന്നെയാണ്. ഓക്കെ, അടുത്തേക്ക് പോവുകയാണ്. During a laboratory experiment, a student immerses epidermal leaf peel in a hypertonic solution. Again, ഇവിടെ കൺഫ്യൂഷൻ വരാം. എന്താ ഹൈപ്പർ? ഹൈപ്പർ ഉണ്ട്, ഹൈപ്പോ ഉണ്ട്. ആഫ്റ്റർ സം ടൈം ദ സ്റ്റുഡന്റ് ഒബ്സർവ് ദാറ്റ്, എന്തോ പുള്ളി കണ്ടു. നിങ്ങൾ പണ്ട് +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് സമയങ്ങളിൽ ചെയ്തിട്ടുള്ള കലാരൂപം തന്നെയാണ് ഇത്. ചിലപ്പോൾ മറന്നു പോകുന്നതാണ്, അത്രേ ഉള്ളൂ. ഹൈപ്പർ എന്താണ്, ഹൈപ്പോ എന്താണ്, അതറിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആൻസർ ഉണ്ട്, അത്രേ ഉള്ളൂ. എന്തായിരിക്കും പറയാമോ? ഗെയിൻ വാട്ടർ അല്ല, തിരിഞ്ഞുപോയി. The cells അതല്ല, ലൂസ് വാട്ടർ. ലൂസ് വാട്ടർ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ആൻസർ? ആൻസേഴ്സ് ഓക്കെ, വാട്ടർ ഗെറ്റ്സ്. ഓക്കെ, അത് കറക്റ്റ്. ഗുഡ്. നിങ്ങൾ ഇത്ര ആലോചിച്ചോ, എന്താ പറയാ, നമ്മൾ പറയില്ലേ ഓ ഇവ ഭയങ്കര ഹൈപ്പറാണ്, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്, ഭയങ്കര വെഗിളിയാണ്, ഇതാണ് വെപ്രാളാണ്. അതുകൊണ്ട് അത് എനിക്ക് പൊറുതിയില്ല. അത് പുള്ളിക്ക് എങ്ങനെയും ഈ പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു റൂമിൽ പിടിച്ചൊരു 5 മിനിറ്റ് അടങ്ങിയിരിക്കുന്ന പറഞ്ഞാൽ ഇരിക്കത്തില്ല, ചാടി പുറത്തേക്ക് ഇറങ്ങും. അതന്നെ ഇവിടെ ഹൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം, വാട്ടർ,
ലൂസസ്, അതായത് സെല്ലിൽ നിന്നും പുറത്തേക്ക് പുള്ളി കിടന്ന് ചൊപ്പാടും ബോളായിട്ട് മൂവ്സ്, വാട്ടർ മൂവ്സ് ഔട്ട് ഓഫ് ദ സെൽ, അതാണ് ഹൈപ്പർ. സെയിം അതേ കൺസെപ്റ്റിലേക്ക് പോയാൽ ഹൈപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചകത്തോട്ട് കയറും എന്നുള്ളതാണ് ഹൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റേത് സോറി, ഹൈപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തോട്ടും, ഹൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ടും എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഈ വാക്ക് പ്ലാസ്മോലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒന്നുമില്ല. അതായത് പ്ലാസ്മോലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഷ്രിങ്ക് ചെയ്യുക, ചുങ്ങ. ഓക്കെ. അത് എപ്പോഴാണ് നടക്കുക? ഈ പറഞ്ഞല്ലോ, വെള്ളം പുറത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. ഇപ്പൊ നമ്മൾ മറ്റേ ഒരു സ്പോഞ്ച് പിടിച്ചിട്ട് ഒറ്റ പിഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്താ? സ്പോഞ്ച് പിടിച്ചിട്ട് ഒറ്റ പിഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുങ്ങിപ്പോയി. അതന്നെ അവസ്ഥ. വെള്ളം മൊത്തം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുങ്ങിപ്പോവും. വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലാവിഷായിട്ടിരിക്കും, ചുങ്ങിപ്പോവും. പ്ലാസ്മോലൈസ് പറഞ്ഞാൽ ചുങ്ങിപ്പോവാന്ന് അർത്ഥം. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ, ഈ വാക്കുകളാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. വാക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ പ്ലാസ്മോലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷ്രിങ്ക് ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം. അതേമാതിരി ടെർഗർ പ്രഷർ, ഇതെന്തൊക്കെ വാക്കാണോ ഭഗവാനെ എന്ന് വിചാരിക്കും. വേറൊന്നുമില്ല, സെയിം ഹൈപ്പോട്ടോണിക്കിൽ വരുന്ന സംഭവമാണ്. അതായത് സ്വെല്ല് ചെയ്യാം. ഫസ്റ്റ് വണ്ണും തേർഡ് വണ്ണും സെയിം ആണ്. ഇത് മനസ്സിലാവുന്നവൻ അപ്പൊ തന്നെ മനസ്സിലാവും, കാരണം ഇത് രണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആൻസേഴ്സ് ആണ്. ഓക്കെ. ട്രിഗർ പ്രഷർ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം മൊത്തം അകത്തോട്ട് കയറുന്നു, ഒരു പ്രഷർ അകത്തോട്ട് വലിച്ചു കയറ്റുന്നു, അതോടെ സാധനം വീർത്ത് നല്ല രീതിയിലാവുന്നു, കാലിൽ സ്വെല്ലിംഗ് ഒക്കെ വരുന്നു എന്ന് പറഞ്ഞ പോലെ. ഓക്കെ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഇതായിരിക്കും. കാരണം വെള്ളം പുറത്തേക്ക് പോകുന്നു, വാട്ടർ ലീവ്സ് ദ സെൽ കോസിംഗ് പ്ലാസ്മോളിസിസ്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മോളിസിസ് അല്ലെങ്കിൽ പ്ലാസ്മോലൈസ്ഡ്. വാക്ക് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പൊ ഞാൻ അടുത്തേക്ക് പോവാണ്. എഗെയിൻ ഇതിലേതാണ് ആനിമൽ സെല്ലിൽ ഇല്ലാത്തത്? നമ്മൾ കുറച്ചു മുമ്പേ ഡിസ്കസ് ചെയ്തു. പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം പറയാൻ പറ്റും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. യെസ്, കറക്റ്റ്, ഗുഡ്. സെയിം സെൽ വാൾ, കാരണം അത് പ്ലാന്റ് സെല്ലിൽ മാത്രമേ നമുക്ക് കാണുള്ളൂ. ഓക്കെ. അതൊക്കെ റിപ്പീറ്റഡ് വരുന്നതാ. സെൽ വാൾ ഈസ് നോട്ട് പ്രസന്റ് ഇൻ ദ സെൽസ് ഓഫ്, ഏതിലായിരിക്കും? എഗെയിൻ ഹ്യൂമൻസ്, കാരണം നമ്മൾ ആനിമലാണ്. നമ്മൾ ആനിമൽ സെല്ലാണ് നമ്മുടെ ശരീരത്തില്. ഫംഗൈ, പ്ലാന്റ്സ്, ബാക്ടീരിയ ഇവരെല്ലാം ചെടികളുടെ രൂപങ്ങളിൽ അല്ലെങ്കിൽ യൂണിസെല്ലുലാർ സാധനങ്ങളാണ്. അപ്പൊ അവരുടെ അകത്ത് എങ്ങനെ പോയി കഴിഞ്ഞാലും സെൽ വാൾ ഉണ്ടാകും. ഓക്കെ. അടുത്തത്, സെൽ വാൾ ഈസ് ആബ്സെന്റ് ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം? എഗെയിൻ വീണ്ടും സെയിം സംഭവം വരുന്നു. ആൻസർ ഇവിടെ ഇരിക്കുന്നുണ്ട്. കാരണം ടേപ്പ് വർം മാത്രമാണ് ഒരു ആനിമൽ, ബാക്കിയെല്ലാം ചെടികളാണ്, മഷ്റൂം കഴിക്കുന്ന സാധനങ്ങൾ. ഇതെല്ലാം എഗെയിൻ പ്ലാന്റിന്റെ ഭാഗത്തിൽ പെടുന്നതാണ്. ഓക്കെ. അടുത്തത്, ക്രോമസോംസ് ആർ കമ്പോസ്ഡ് ഓഫ് DNA ആൻഡ്, കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ചു, ക്വസ്റ്റ്യൻസ് അധികം റിപ്പീറ്റഡ് തന്നെയാണ്. ഹിസ്റ്റോൺസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ പഠിച്ചുള്ളൂ. DNA അല്ല, ക്രോമസോംസ് കൺസിസ്റ്റ് ഓഫ് DNA ആൻഡ് പ്രോട്ടീൻസ്, അല്ലെങ്കിൽ ആ പ്രോട്ടീൻസിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എന്നറിയപ്പെടും. ചിലപ്പോൾ വെറുതെ അവർ ഹിസ്റ്റോൺസ് എന്ന് മാത്രമേ പറയുള്ളൂ, പ്രോട്ടീൻസ് എന്ന് ചിലപ്പോൾ പറയാറും കൂടി ഇല്ല. അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം റിപ്പീറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഫാസ്റ്റ് ആക്കിയത്, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അടുത്തത്, ഇൻ മൈറ്റോകോൺഡ്രിയ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ പഠിച്ച അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, എനർജി പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലം. കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ദി, എവിടെയാണ് ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്? അത്യാവശ്യം ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. എവിടെയായിരിക്കും അത് നടക്കുന്നത്? അറിയാമോ? ഓക്കെ, നിങ്ങളെല്ലാവരും മെട്രിക്സ് എന്നാണ് പറയുന്നത്. മെട്രിക്സ് അല്ല, പക്ഷെ ശരിക്കും അത് മെട്രിക്സിലല്ല നടക്കുന്നത്. മെട്രിക്സ് അതിൻ്റെ അകത്തുള്ള ഒരു ജെൽ ടൈപ്പ് ആണ്. ശരിക്കും അതിൻ്റെയും അകത്തായിട്ടുള്ള ഇന്നർ മെമ്പറി, നമ്മൾ അതിനൊരു വേറൊരു പേര് പറയും, ക്രിസ്റ്റേ എന്ന് വിളിക്കും. ഇതിനകത്താണ് സിന്തസൈസ് നടക്കുന്നത്. ഏറ്റവും ഉള്ളിൽ എവിടെയാണ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഉള്ളിലായിരിക്കും. മെട്രിക്സ് അതിനകത്ത് നടക്കുന്ന ഒരു ഓവറോൾ ഒരു എന്താ പറയുക, ഓടി നടക്കുന്ന ഒരു ജെല്ലി ടൈപ്പ് സാധനം മാതിരിയാണ് ഈ മൈറ്റോകോൺഡ്രിയക്കകത്ത്. പക്ഷെ അതിന്റെ ഇന്നർ മെമ്പറൈനിലായ ക്രിസ്റ്റയിലാണ് ഇത് നടക്കുന്നത്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെമ്പറൈൻ, അതിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റേ. ഇവിടെ ആയിരിക്കും ആ സിന്തസിസ് നടക്കുന്നത്. ഈ വാക്കൊന്ന് ചിലപ്പോൾ ഇന്നർ മെമ്പറൈൻ തന്നണമെന്നില്ല, ഈ വാക്ക് വേണമെങ്കിൽ തരാം. ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ. അടുത്തത്, മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽ ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ് ഇസ് ജനറലി ക്യാരിഡ് ഔട്ട് ബൈ, ആരാണ് ഈ മൂവ്മെന്റ് നടത്തുന്നത്? കാരണം എല്ലാ ഫുൾ പാക്കിങ്ങും പ്രൊഡക്ഷനും എല്ലാം നടത്തും.
അതേമാതിരി എല്ലാം ന്യൂക്ലിയസിൽ നിന്നായിരിക്കും നടക്കുക. എന്നിട്ട് ആ ന്യൂക്ലിയസിൽ നിന്നിന്റെ ഉള്ളിൽ കിടക്കുന്ന ന്യൂക്ലിയസിൽ നിന്നും സെല്ലിന്റെ പുറത്തേക്ക് ഇങ്ങനെ വളഞ്ഞു 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 ഒരു പാമ്പും കോണി മാതിരി ഒരു സാധനം അവിടെ എത്തിക്കും. അത് നമ്മുടെ സെല്ലിന്റെ സ്ട്രക്ചർ ഓർമ്മയുണ്ടെങ്കിൽ ആരെ ഇവിടെ എത്തിക്കണേ എന്നുള്ളത് അറിയാൻ പറ്റും. ആരായിരിക്കും? യെസ്, പെർഫെക്റ്റ്. പാർവതി കറക്റ്റ് ആണ്. ഗുഡ്. ബാക്കിയുള്ളവര് അറിയാമോ? ഇൻ കേസ് അറിയില്ലെങ്കിൽ പോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഈ പുള്ളിയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. ഇവനായിരുന്നു ഇങ്ങനെ വളഞ്ഞു 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 വളഞ്ഞിട്ട് ഒരെൻഡ് എപ്പോഴും അവൻ്റെ ഒരു ന്യൂക്ലിയസിലായിരിക്കും, ഒരെൻഡ് എപ്പോഴും നമ്മുടെ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാന്റ്സിലാണെങ്കിൽ സെൽ വാളിന്റെ അവിടെ വരെ ഉണ്ടാവും. അതിലാണെങ്കിൽ സെൽ മെംബ്രെയിൻ, അതായത് സെക്കൻഡ് ഏറ്റവും ഔട്ടർ ആനിമൽ സെല്ലിലാണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ആ ഇന്നർ ലൈനിങ്ങിന് പറയുന്ന പേരാണത്. അപ്പൊ അവിടം വരെയും കണക്ഷൻ പോകുന്നത് ഇതിൽ മാത്രമാണ്. ഇവര് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് SER എന്ന് പറയും, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. മറ്റൊന്ന് RER എന്ന് പറയും, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. പ്രത്യേകിച്ച് വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റഫ് എന്ന് പറഞ്ഞാൽ ഇവര് ആക്ച്വലി ഒരു നമ്മുടെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് റഫ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റൈബോസോംസ് ഉണ്ട്. ഈ റൈബോസോംസ് എന്ന് പറയുന്ന ആള് കുഞ്ഞു കുഞ്ഞു മറ്റേ ഈ നമ്മള് ഗ്രാനുൾസ് മാതിരി ചെറിയ ചെറിയ ഉണ്ട, കുഞ്ഞു കുഞ്ഞു ഉണ്ട മാതിരി. അതിന്റെ റൈബോസോംസിന്റെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, അതൊന്നല്ലെങ്കിൽ ആ സെല്ലിനകത്ത് ഫ്രീ സ്റ്റേറ്റിൽ അതിങ്ങനെ ആ മെമ്പറൈൻ്റെ അകത്ത് ഇങ്ങനെ ഫുൾ ഓടിക്കളിച്ചോണ്ടിരിക്കും, ഫ്രീ സ്റ്റേറ്റിലായിരിക്കും. അല്ലെങ്കിൽ അവൻ പോയിട്ട് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ പോയിട്ട് പറ്റിപ്പിടിച്ചിരിക്കും. അങ്ങനെ പറ്റിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ പറയില്ല, ഇപ്പോൾ നല്ലൊരു എന്താ പറയുക വൃത്തിയാക്കിയിട്ടുള്ള സ്ഥലത്ത് കുറച്ച് മണ്ണ് പൂഴി കൊണ്ടിട്ടിട്ട് കഴിഞ്ഞാൽ ചവിട്ടുമ്പോൾ തന്നെ നമുക്കൊരു ഇത് തോന്നില്ല. അതേമാതിരി ആയിരിക്കും ഈ പറയുന്ന റൈബോസോം ആ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ വന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് റഫായിട്ട് ആ സർഫസ് റഫ് ആവും. അപ്പൊ അത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ്. അപ്പൊ അവരുടെ പ്രൊഡക്ഷനിലും കുറച്ച് വ്യത്യാസങ്ങൾ വരും. ഓക്കെ. മറ്റേത് അത് പിടിക്കാതിരിക്കുന്ന നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കുന്ന സ്ഥലമാണെങ്കിൽ അത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആയിരിക്കും. അപ്പൊ വേണമെങ്കിൽ അങ്ങനെയും ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കണം, എന്തുകൊണ്ട് ഇത് റഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈബോസോംസ് അതിന്റെ എന്താ പറയുക സർഫസിൽ വന്നിരിക്കുന്നതുകൊണ്ട് അത് റഫ് എൻഡോപ്ലാസ്മിക് ആകുന്നു. മറ്റേത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് ആകുന്നു. ഓക്കെ. അടുത്തത്, എ സെൽ ഈസ് അൺഎബിൾ ടു സിന്തസൈസ് ലിപ്പിഡ്സ്, വിച്ച് ഓഫ് ഇറ്റ് സെൽ ഓർഗനൽസ് മൈറ്റ് ബി ഡിഫക്റ്റീവ്? ലിപ്പിഡ് സിന്തസിസ് നടക്കുന്നത് എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യനിലെ ആൾ തന്നെയാണ്. യെസ്, ഗുഡ്, ജാനസ്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് എപ്പോഴും ലിപ്പിഡ് സിന്തസിസ് നടക്കുള്ളൂ. ഓക്കെ. ഇതാണ് SER അല്ലെങ്കിൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. അടുത്തത്, ദ ഡൈജസ്റ്റീവ് എൻസൈം ആർ പ്രസന്റ് ഇൻ. ഡൈജഷൻ നടക്കുന്നത് നമ്മൾ ഓൾറെഡി ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. ഒരു പുള്ളിയുടെ കുറച്ച് ഫങ്ഷൻസ് ചോദിച്ചപ്പോൾ ഏത് ഫങ്ഷനിലാ പെടാത്തെ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. യെസ്, ജാനസ് കറക്റ്റ് ആണ്. ഗുഡ്. ഡൈജഷൻ പരിപാടികളൊക്കെ യെസ്, ഗുഡ്. അദ്വൈ കറക്റ്റ് ആണ്. വേറെ ആരുമല്ല, നമ്മുടെ ലൈസോസോംസ്. അത് നേരത്തെ പുള്ളിയുടെ ഫംഗ്ഷനിൽ പ്രധാന ഫംഗ്ഷനാണിത്. ഓർഗാനിക് സബ്സ്റ്റൻസുകളുടെ ഡൈജഷൻ. ഇൻഓർഗാനിക് പറ്റുമോ എന്നായിരുന്നു അതിൽ, പറ്റൂലായിരുന്നു. പക്ഷെ ഓർഗാനിക് പറ്റും. ഓക്കെ. അതിന്റെ ഡൈജഷൻ നടക്കുന്നത് ലൈസോസോംസിൽ തന്നെയാണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനൽസ് may play a role in expelling excess water and waste in case of unicellular organisms? പുറത്തേക്ക് കളയുന്നത് ആരായിരിക്കും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതിൽ അതല്ല, നോക്കാമോ? ഗാനസും അതല്ല, നോക്കാമോ? പോട്ടെ, അതല്ല, പോട്ടെ, കുഴപ്പമില്ല. എല്ലാവർക്കും എൻഡോപ്ലാസ്മിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്കിംഗ് ട്രാൻസ്പോർട്ടേഷൻസ് മാത്രമാണ്. ഓക്കെ. എൻഡോപ്ലാസ്മിക്കിന് പാർവതി കറക്റ്റ് ആണ്. ഗുഡ്. വാക്യൂൾസ് ആണ് ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറിങ്ങും റിമൂവൽ ഓഫ് വേസ്റ്റ് ആണ്. അതാണ് ഇവരുടെ പരിപാടി. സ്റ്റോർ ചെയ്യുക, വേണ്ട ഇപ്പൊ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, അപ്പൊ വേണ്ടത് മാതിരി ആൾക്കാർക്ക് വേണ്ടത് സാധനങ്ങൾ കൊടുക്കുന്നു, കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സാധനം കളയുന്നു. അതാണ് വാക്യൂളിന്റെ പരിപാടി. സ്റ്റോറിങ് ആൻഡ് എക്സ്പെല്ലിങ്, അങ്ങനെ ഓർത്ത് പഠിച്ചാൽ മതി. വാക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്യുക, എക്സ്പെൽ ചെയ്യുക, വേണ്ടാതെ വരുന്നതിനെയൊക്കെ റിമൂവ് ചെയ്യുക. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ്സ്
Plant plastids stores starch, oil, and protein granules. ഇതെല്ലാം പ്ലാസ്റ്റിഡ്സിലെ ഓരോരോ ആൾക്കാരുകളാണ്. നബി ഒന്നുകൂടി നോക്കാം. യെസ്, ആദിൽ കറക്റ്റ് ആണ്. ഗുഡ്. വേറെ ആരുമല്ല, ലൂക്കോപ്ലാസ്റ്റ്. ഈ പറയുന്ന ആൾക്കാരെയൊക്കെ ചിലപ്പോൾ പരിചയമുണ്ടാവും. ക്ലോറോപ്ലാസ്റ്റ് ഞാൻ പറഞ്ഞു തന്നിട്ട് ഇതാവേണ്ട ആവശ്യമില്ല. കാരണം എന്താ, നമ്മുടെ ഫുഡ് പ്രിപ്പറേഷൻ കിച്ചൺ ഹൗസ് ഓഫ് ദ സെൽ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ്. എല്ലാം പച്ച കളറിൽ, ഒരു ഇലയൊക്കെ പച്ച കളറിലിരിക്കണം. ക്രോമോപ്ലാസ്റ്റ് പല തരത്തിലുള്ള കളറുകൾ കൊടുക്കുന്ന ഒരു സാധനമാണ്. ക്രോമാറ്റിൻ എന്ന് പറയുന്ന, അതായത് ക്യാരറ്റിന് ഓറഞ്ച് കളറ്, അതേമാതിരി തക്കാളിക്ക് ചുവപ്പ് കളറ്, ഇതേമാതിരി കളർഫുൾ പരിപാടികളൊക്കെ നടത്തുന്ന ആളാണ് ക്രോമോപ്ലാസ്റ്റ്. സാൻഡോപ്ലാസ്റ്റ് എഗെയിൻ കളർഫുൾ, ക്രോമോപ്ലാസ്റ്റിന്റെ ഒരു സബ് പാർട്ടാണ്. മഞ്ഞ കളറിൽ ഇലകള്, അതേമാതിരി ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ് ഒക്കെ അതിന് കളർ വെച്ച് കൊടുപ്പിക്കുന്ന ആളാണ് സാൻഡോപ്ലാസ്റ്റ്. ലൂക്കോപ്ലാസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളർലെസ് ആണ്. ആ പ്ലാസ്റ്റിക് എപ്പോഴും കളർലെസ് ആയിരിക്കും. അതും കൂടി നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്തോ. ഈ പുള്ളി മാത്രം കളർലെസ് ആണ് കൂട്ടത്തില്. ബാക്കിയുള്ളവർക്കൊക്കെ ഇത് ഗ്രീനും, ബാക്കിയുള്ളവരൊക്കെ അതിനനുസരിച്ചുള്ള കളർ കൊടുക്കുന്ന, ഇത് യെല്ലോ ഗ്രീനിഷ് കളർ കൊടുക്കുന്ന ആളാണ്. ക്രോമോപ്ലാസ്റ്റ് പല കളർ, റെഡ് വരാം, ഓറഞ്ച് വരാം, എല്ലാം കളർ ചേഞ്ചസ് വരുത്തുന്ന ആളാണ്. ഓക്കെ, അതും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അടുത്തത്, വിച്ച് സെൽ ഓർഗനൽസ് ഹാവ് ദെയർ ഓൺ DNA? വീണ്ടും അതേ ചോദ്യങ്ങൾ 2021 വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും കണ്ണടച്ച ഉത്തരത്തിലേക്ക് പോവാം. മൈറ്റോകോൺട്രിയ ആൻഡ് പ്ലാസ്റ്റിഡ്, വ്യത്യാസങ്ങളില്ല. അടുത്തത്, ബാക്ടീരിയാസ് ഹാവ് ആൻ അൺഡിഫൈൻഡ് ന്യൂക്ലിയർ റീജിയൻ വിച്ച് ലാക്സ് എ ന്യൂക്ലിയർ മെംബ്രെയിൻ ആൻഡ് കണ്ടെയ്ൻസ് ഓൺലി DNA വിത്തൗട്ട് പ്രോട്ടീൻ. സച്ച് റീജിയൻ ഈസ് കോൾഡ് ആസ്. ഓൾറെഡി നമ്മൾ നേരത്തെ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ന്യൂക്ലിയോയിഡ്. ഈ ഒരു ഭാഗമാണ് മെംബ്രെയിൻ ഇല്ലാത്ത ആ ഭാഗം. ഓക്കെ, പ്രോകാരിയോട്സിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള സംഭവത്തിൽ വരുന്നത്. അടുത്തത്, ഇൻ പ്ലാന്റ് സെൽ ഇതിലേതായിരിക്കും? ഒരു പ്ലാന്റ് സെല്ലിലുള്ള ഒരു കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഇതിലേതായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? യെസ്, കറക്റ്റ്. അതിൽ കറക്റ്റ്. ന്യൂക്ലിയസ് നിങ്ങളുടെ കയ്യിൽ പ്രസന്റ് ആണോ? 100% അതിനൊരു മെംബ്രെയിൻ ഉണ്ടായിരിക്കണോ? കണ്ണടച്ച് നിങ്ങൾക്ക് പോവാം, അതിൽ വേറെ സംശയങ്ങൾ വരാൻ പാടില്ല. ന്യൂക്ലിയസ് ഡസ് നോട്ട് നീഡ് എ മെംബ്രെയിൻ എന്ന് പറഞ്ഞാലേ പോയി. ന്യൂക്ലിയസ് സറൗണ്ടഡ് ബൈ എ മെംബ്രെയിൻ ബട്ട് ക്ലോറോപ്ലാസ്റ്റ് ഡു നോട്ട് നീഡ് എ ക്ലോറോപ്ലാസ്റ്റിന് മെംബ്രെയിൻ വേണം. ആർ നോട്ട് സറൗണ്ടഡ് ബൈ എനി മെംബ്രെയിൻ. ന്യൂക്ലിയസിന് മെംബ്രെയിൻ ഇല്ലാതെ പറ്റില്ല. ക്ലോറോപ്ലാസ്റ്റിനായിരുന്നു നിങ്ങൾക്ക് ഡൗട്ട് എങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് പോകാം. ന്യൂക്ലിയസിനും ക്ലോറോപ്ലാസ്റ്റിനും സറൗണ്ടഡ് സെപ്പറേറ്റ്ലി ബൈ ദെയർ ഓൺ മെംബ്രെയിൻ ആണ്. അവർക്ക് അവരുടേതായ മെംബ്രെയിൻ ആണ്. ശരിയല്ലേ? അല്ലാതെ അവർക്ക് രണ്ടിനും കൂടി ഒറ്റ ഇത് വരില്ല. ഓക്കെ, ന്യൂക്ലിയർ മെംബ്രെയിൻ എന്നുള്ള രീതിയിൽ പറയും. അടുത്തത്, ഫീച്ചർ ഓഫ് മെംബ്രെയിൻ. എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ഉത്തരം. Bilayer of phospholipid molecules in which proteins and cholesterols are embedded. മെംബ്രെയിൻ, ഒരു മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അതായത് ഈ പറയുന്ന പ്രോട്ടീൻസ്, ആ ഒരു ഒരു അതൊരു ഒരു വലയം മാതിരി നമ്മൾ പറയും, നമുക്ക് ചുറ്റും ഒരു ഓറയൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു ചുറ്റിലുള്ള ഒരു വലയാണ് ഈ പറയുന്ന. അതിനകത്താണ് അവർക്ക് വേണ്ട പ്രോട്ടീൻസ്, അതായത് പ്രധാനമായിട്ടുള്ള എൻസൈംസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിനകത്തായിരിക്കും. ഒരു ലിപ്പിഡ് ലെയർ ആണത് ശരിക്കും പറഞ്ഞാൽ.
ഓക്കെ, എന്താണ് മെംബ്രെയിൻ എന്നേ അവർ ചോദിച്ചിട്ടുള്ളൂ. അടുത്തത് സ്റ്റാർച്ചും ഗ്ലൈക്കജനും കുറിച്ചിട്ടുള്ളത് എന്താണ് കറക്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ. സ്റ്റാർച്ചും ഗ്ലൈക്കജനും നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്, സിമ്പിളാണ്. സ്റ്റാർച്ച് എവിടെയാ ഗ്ലൈക്കജൻ എവിടെയാന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. യെസ്, ജാനസ് കറക്റ്റ് ആണ്, ഗുഡ്. ആദിൽ കറക്റ്റ് ആണ്, ഗുഡ്. വേറൊന്നുമില്ല, ഇത് തന്നെ. സ്റ്റാർച്ച് എവിടെയായിരിക്കും? പ്ലാന്റ്സിലായിരിക്കും. നമ്മൾ ക്ലോറോപ്ലാസ്റ്റിന്റെ ഇതിൽ വരുന്നു. ഗ്ലൈക്കജൻ ആണ് ആനിമൽ സെല്ലിൽ കാണുന്നത്, കാരണം അത് എല്ലാം അതിന്റെ എൻ പ്രൊഡക്റ്റിലേക്ക് വരുന്ന സാധനങ്ങളാണ്. ഗ്ലൈക്കജൻ ഫോമിലായിരിക്കും നമ്മുടെ അതിന്റെ ഗ്ലൂക്കോസ് ആ പറയുന്ന സാധനത്തിലേക്ക് മാറുന്നത്. മറ്റേതിലത് സ്റ്റാർച്ച് ആണ് എന്ന് മാത്രം. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ സെൽ മെംബ്രെയിൻ? അതായത് ആനിമൽ സെല്ലില് ഉള്ള ഇന്നറിലെ ഔട്ടർ മോസ്റ്റ് ലെയർ ആണത്. എന്നാൽ പ്ലാന്റ് സെല്ലില് സെൽ വാളിന് തൊട്ട് ഉള്ളിൽ കിടക്കുന്നതായിരിക്കും ഈ പറയുന്ന സെൽ മെംബ്രെയിൻ. അതിനെ വിളിക്കുന്ന വേറെ പേരുണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ എന്നും പറയാറുണ്ട്. ധ്യാനസ് ഒന്നും കൂടി നോക്കാമോ? ഓക്കെ, എല്ലാവർക്കും ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് സെല്ലുലോസ് ആയിട്ടാണോ തോന്നുന്നത്? അതല്ല, പോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ ആരും പറയാതെ പോയ ഉത്തരമായിരുന്നു ആക്ച്വലി. ഇതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ആണ്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പഠിച്ചതിൽ ഉണ്ടായിരുന്ന പോലെ എൻഡോസൈറ്റോസിസ് എന്ന് പറയും. അതായത് ഈ പറയുന്ന എല്ലാ സാധനങ്ങളും, അതേമാതിരി ചിലപ്പോൾ ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഫാഗോസൈറ്റോസിസ്. ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ പ്രോസസ്സ് എല്ലാം നടക്കുന്നത് ഇതിനകത്താണ്. കാരണം ഇതിനകത്തുള്ള ബാക്കി ഓർഗനൽസുകളെല്ലാം ഇതിനകത്തായിരിക്കും. ഈ പറയുന്ന റൈബോസോം, മൈറ്റോകോൺട്രിയ, ഗോൾജി ബോഡീസ്, ഇവരെല്ലാവരും ഇതിനകത്താണ് ഉള്ളത്. ആ ബാക്കിയുള്ള എല്ലാത്തിന്റെയും പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻസ് നടത്തുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന നമ്മുടെ സെൽ മെംബ്രെയിൻ എന്നല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്നറിയപ്പെടുന്നത്. ലൈക്ക് എൻഡോസൈറ്റോസിസ് ആൻഡ് ഫാഗോസൈറ്റോസിസ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന, എന്താ പറയാ, നമ്മുടെ സെല്ലിൽ നിന്നും വന്നിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിരുന്നു. അടുത്തത് നമ്മുടെ ടിഷ്യൂസ് എന്ന് പറയുന്ന സെല്ലുകൾ എല്ലാം കൂടി കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന സാധനം ടിഷ്യൂ. ഓക്കെ, അതേമാതിരി പ്ലാന്റിന്റെ ഒരു മോർഫോളജി. ടിഷ്യൂസിൽ തന്നെ നമുക്ക് പല ടൈപ്പ് ഓഫ് ടിഷ്യൂസസ് ഉണ്ടാവും. ആനിമൽ ടിഷ്യൂ ഉണ്ട്, പ്ലാന്റ് ടിഷ്യൂസസ് ഉണ്ട്. അതിൽ കൂടുതലും നമ്മൾ ആനിമൽ ടിഷ്യൂസസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്കകത്തുള്ള ഈ കാർഡിയക് ഒന്ന്, അതേമാതിരി നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂസസ്, ബോൺ, അതേമാതിരി ബ്ലഡ്, ഇതൊക്കെ കണക്റ്റീവ് ടിഷ്യൂസസിലൊക്കെ പെടുന്നവരാ. ഓക്കെ, മസ്കുലർ ടിഷ്യൂ, അതേമാതിരി നെർവസ് ടിഷ്യൂ, കുറെ എല്ലാം കൂടി നെർവ് സെൽസ് എല്ലാം കൂടി ഫോം ചെയ്യുമ്പോൾ അതൊരു നെർവസ് ടിഷ്യൂ ആയിട്ട് മാറുന്നു. ഇങ്ങനത്തെയാണ് നമ്മുടെ ആനിമൽ ടിഷ്യൂസിൽ വരുമ്പോൾ. എന്നാൽ പ്ലാന്റ് സെല്ലിലേക്ക് അതാവുമ്പോൾ അവരുടെ വണ്ണം വെക്കുന്നത്, വീതി വെക്കുന്നത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടും. അതേമാതിരി കോംപ്ലക്സ് ടിഷ്യൂ, പെർമനന്റ് ടിഷ്യൂ. മെരിസ്റ്റമാറ്റിക് ഉണ്ട്, പെർമനന്റ് ഉണ്ട്. അതിൽ തന്നെ അവർ വീണ്ടും തിരിയും. സിമ്പിൾ വരും, അതേമാതിരി കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് വരും. സിമ്പിൾ എന്താ പറയാ, പെർമനന്റും വരും, കോംപ്ലക്സ് എന്നുള്ള രീതിയിലും വരും. അതിനകത്ത് അവർക്ക് വീണ്ടും ഡൈവേർട്ടഡ് ആവും സൈലം ഫ്ലോയം എന്ന് പറഞ്ഞിട്ട്, വാട്ടർ കണ്ടക്ഷൻ എന്ന് പറയണം, ഫുഡിന്റെ കണ്ടക്ഷന് വേണ്ടിയിട്ട് വരണം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ടിഷ്യൂസസിൽ റിലേറ്റഡ് ആയിട്ട് മാറി വരുമ്പോൾ. ഓക്കെ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളതും ഈ പറഞ്ഞ സൈലം ഫ്ലോയും റിലേറ്റഡ് ആയിട്ടാണ്. ടിഷ്യൂസസ് റിലേറ്റഡ് ആയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഓക്കെ, ചില കേസസിൽ ഈ പറഞ്ഞ പോലെ പ്ലാൻ മോർഫോളജി എന്ന് ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ ടിഷ്യൂസസിന് റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ്, വേറൊന്നുമല്ല. അതിന്റെ ഒരു ജസ്റ്റ് ഒരു ഇതാണ് ഞാൻ പറഞ്ഞതാണ് മെരിസ്റ്റമാറ്റിക്, പെർമനന്റ്. ആ സിമ്പിൾ പെർമനന്റില് അതിന്റെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലെയിൻ, അതായത് അവർ തമ്മിലുള്ള ഇന്റർ സെല്ലുലാർ സ്പേസസിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇതിനകത്ത് ചില ടിഷ്യൂസസില് ചില സെല്ലുകൾ ഡെഡ് ആയിരിക്കും, ചില സെല്ലുകൾ എന്താ പറയാ ലിവിങ് സെൽസുകൾ ഉണ്ടാവും. പറഞ്ഞ പോലെ സൈലം ഫ്ലോയം എന്ന് പറയുന്നതിലുണ്ട്. സൈലത്തിന് പൊതുവെ സൈലം ഡെഡ് സെല്ലുകളാണ്, ഫ്ലോയം എല്ലാം ലിവിങ് സെൽസ് ആണ്. എന്നാൽ സൈലത്തിന്റെ അകത്ത് തന്നെ കുറച്ച് ആൾക്കാരുണ്ട്, ഇങ്ങനെ ട്രക്കീഡ്സ്, വെസൽസ്, ഫൈബേഴ്സ്, പാരൻ കൈമ, ഇങ്ങനെ പറയുന്ന അതിലൊരാള്
ലിവിങ് ആയിരിക്കും, ബാക്കിയൊക്കെ ഡെഡ് ആയിരിക്കും. അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ പൊതുവെ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഇൻഡെപ്തിലേക്കാണെങ്കിലും പോയി തരാം. ഓക്കെ, സോ ഞാൻ കൂടുതൽ ടൈം നിങ്ങളുടെ വേസ്റ്റ് ആകുന്നില്ല. 7:50 ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഗർത്ത് ഓഫ് എ സ്റ്റെം, സോറി, girth of a stem of a plant increases due to the division of cells in. എന്തുകൊണ്ടാണ്, എന്തിന്റെ ഡിവിഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇതെല്ലാം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ നടക്കുന്നതാണ്. മെരിസ്റ്റമാറ്റിക്കില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയുള്ള എപ്പിക്കൽ, ഇന്റർകാലറി, ലാറ്ററൽ. എപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ, പൊക്കം വെക്കുന്ന ആളാണ്, ടോപ്പ്, അതായത് വെർട്ടിക്കൽ ഗ്രോത്ത്, നേരെ പൊക്കോളും. ലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വിഡ്ത്ത്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ വാക്ക് ഗിർത്ത് എന്ന് പറയുന്നത്, ഈ വാക്ക് എന്താന്ന് പിടുത്തം കിട്ടിയില്ലെങ്കിൽ അവിടെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. ഗിർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണം വെക്കുക. ഓക്കെ, ഇന്റർ കാലറി, അതായത് മൊത്തം ഇങ്ങനെ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് പടർന്ന് പന്തലിക്കണമെങ്കിൽ ഈ പുള്ളി വേണം. അപ്പോൾ ഹൈറ്റ് വെക്കണമെങ്കിൽ എപ്പിക്കൽ വേണം, വിഡ്ത്ത് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് മാറണമെങ്കിൽ നമ്മുടെ ലാറ്ററൽ വേണം, ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് പോകണമെങ്കിൽ നമ്മുടെ ഇന്റർ കാലറി വേണം. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും പ്ലാന്റ്സിലുള്ള ടിഷ്യൂ. ഇത് ഈ പറയുന്ന സെൽസുകളെല്ലാവരും ലിവിങ് സെൽസ് ആണ്. അതാണ് ഏറ്റവും വലിയ രസം. ഏത് മെരിസ്റ്റമാറ്റിക്കിലുള്ളവരെല്ലാം. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ പറഞ്ഞത് മാതിരി ഇവർ കാലാകാലം, അപ്പൊ നമ്മളൊരു ഒരു മരം നിങ്ങൾ മുറിച്ചു കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും അത് കടന്ന് വളരും. ശരിയല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു ചെടി മുറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ബ്രാഞ്ച് വെട്ടി കളഞ്ഞാൽ പിന്നെയും അത് കടന്ന് വളരും. അപ്പൊ ഇവര് ലൈഫ് ലോങ് അത് ഡിവിഷൻ നടന്നുകൊണ്ടേയിരിക്കും. അതിനകത്തുള്ള സെൽസ് എപ്പോഴും ഡിവിഷൻ നടന്നുകൊണ്ടിരിക്കും. അതാണ് ഏറ്റവും വലുത്. അപ്പൊ ഗിർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണം വെക്കുന്നു, അതെവിടെ വരും? ലാറ്ററലായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണ് നമ്മളിവിടെ ഉത്തരങ്ങളിലേക്ക് എത്തേണ്ടത്. ആ വാക്കാണ് ചിലപ്പോൾ ചിലവർക്ക് പിടുത്തം കിട്ടാണ്ട് പോവുക എന്ന് മാത്രം. അടുത്തത്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽസ് ഇൻടു സ്പെസിഫിക് പെർമനന്റ് സെൽസ് ഒക്കേഴ്സ് ബൈ ദ പ്രോസസ് ഓഫ്. ആ വിളിക്കുന്നതിന്റെ പേരെന്താണ് എന്നാണ് ചോദ്യം. ഇനി ഐഡിയ? അതല്ല, പോട്ടെ, കുഴപ്പമില്ല, ഇതൊന്നും വിഷയമല്ല. അതിന് ഡിഫറൻസിയേഷൻ എന്നാണ് പറയുക. നമ്മുടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഒരു പെർമനന്റ് ടിഷ്യൂ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അതൊരു ഡെഡ് സെല്ലായിട്ടും അല്ലെങ്കിൽ ഡെഡ് ടിഷ്യൂ ആയിട്ട് മാറും. അതിനകത്തുള്ള സെൽസുകളെല്ലാം ഡെഡ് ആകും. ഓക്കെ, ഉദാഹരണം, ഒരു ഫ്രൂട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, തേങ്ങ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അത് അതിൻ്റെ ഒരു എന്താ പറയുക ലിവിങ് പ്രോസസ്സിലാണ്. അത് കൊട്ടതേങ്ങയായിട്ട് അത് മൊത്തം അതിനകത്ത് ഫുള്ളി ഫോംഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഷെല്ല്, നട്ടൊക്കെ നല്ല ഹാർഡാണ്. നമ്മൾ പറയില്ല, നമ്മൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ബോഡി ഭയങ്കര സ്റ്റിഫ് ആവും. സ്വാഭാവികം, കാരണം സെൽസിന്റെ അതിലെല്ലാം പോയി ഫ്ലൂയിഡ് അല്ലെങ്കിൽ അതിനകത്ത് ഫങ്ഷൻസ് ഒന്നും നടക്കുന്നില്ല. അതന്നെ ഇവിടെ. അപ്പോൾ സ്റ്റിഫ് ആവും, അപ്പോൾ ഭയങ്കര ഹാർഡായിട്ട് മാറും. ഈ മെരിസ്റ്റമാറ്റിക് പെർമനന്റിലേക്ക് മാറുന്ന ആ പ്രോസസ്സ്, അതായത് അവിടെ ഡിഫറൻസിയേഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പെർമനന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പെർമനന്റ് ടിഷ്യൂസസ് എല്ലാം ഒരുവിധം ഡെഡ് സെൽസുകളാണ്. ചിലത് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ചിലത് ഉണ്ട്, എന്നാൽ കൂടുതലും ഡെഡ് ആണ് അവര്. ഓക്കെ, അപ്പൊ പെർമനന്റില് ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാതിരി അവര് അധികം ആ പ്രോസസ്സ് ഈ പറഞ്ഞ പോലെ ഡിഫറൻസിയേഷൻ എന്നാണ് പറയുക. ഡിവിഷൻ നടക്കില്ല, എപ്പോഴും ഒന്നിൽ നിന്നും അത് വെട്ടിമുറിഞ്ഞ് വെട്ടിമുറിഞ്ഞ് വേറൊരു രൂപം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് അടുത്തത്, ഇൻ അക്വാട്ടിക് പ്ലാന്റ്സ് ലാർജ് എയർ സാക്സ് ഗിവൻ ദം ബോയൻസി ഇഫക്ട്. നമ്മൾ പറയില്ല, ഇപ്പോൾ വെള്ളത്തിലൊക്കെ കാണുന്ന ഈ ലോട്ടസ്, താമര, അങ്ങനത്തെ എങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ഈ സാക്സ് ആർ സറൗണ്ടഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടിഷ്യൂ. ഈ ബോയൻസി ഇഫക്റ്റ് കൊടുക്കുന്നത് ആരാണ് എന്നതാണ് ചോദ്യം. ശരിക്കും ആൻസർ, എക്സാക്ട് ആൻസർ ഇതിനകത്ത് ഇല്ല. ഓക്കെ, അതിന്റെ യഥാർത്ഥത്തിൽ അത് കൊടുക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറൻ കൈമ. യെസ്, പെർഫെക്റ്റ്, ജാനസ്, കറക്റ്റ്. ഏറൻ കൈമ എന്ന് പറയുന്നതാണ്. പക്ഷെ ഈ ഏറൻ കൈമ എന്ന് പറയുന്നത് പാരൻ കൈമയുടെ ഒരു സബ് പാർട്ടാണ്. ഓക്കെ, പാരൻ കൈമയ്ക്ക് രണ്ടുപേരുണ്ട്. ഒന്ന് ഏറൻ കൈമയുണ്ട്, അതേമാതിരി ക്ലോറൻ കൈമയുണ്ട്. ക്ലോറൻ, അതായത് ഫുള്ളി ക്ലോറോപ്ലാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ക്ലോറൻ കൈമ. അതും ഇതിന്റെ ഭാഗമാണ്. ഏറൻ കൈമ
ഇതേ പരിപാടി, അതായത് പാരന്റ് കൈമയുടെയൊക്കെ സിമിലർ ഫംഗ്ഷൻ തന്നെയാണ് എയർ കൈമയ്ക്കും. അതായത് സ്റ്റോറേജ് ആൻഡ് എന്താ പറയുക ഫുഡ് പ്രൊഡക്ഷൻ തന്നെയാണ്. അത് വെള്ളത്തിലുള്ളതിന് ഒരു ബോയൻസി ഇഫക്റ്റും കൂടി കൊടുക്കുന്നതിന് എയർ എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി, ലാർജ് എയർ സാക്സ് എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി, നിങ്ങൾക്ക് ആൻസർ അവിടെ കിട്ടും. ഓക്കെ, അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടിഷ്യൂസ് ഈസ് നോൺ ആസ് ബേസിക് പാക്കിംഗ് ടിഷ്യൂ ആൻഡ് ഫൗണ്ട് ഇൻ സൈലം ആൻഡ് ഫ്ലോയം? പാക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു സ്റ്റോറേജ് എന്ന് ഞാൻ പറഞ്ഞു. പെർമനന്റ് സെല്ലിലെ സ്റ്റോറേജിന്റെ പ്രധാനപ്പെട്ട ആളാണ് ഈ പുള്ളി, പാരൻകൈമ. ഞാൻ പറഞ്ഞു സ്റ്റോറേജ് ആൻഡ് പ്രൊഡക്ഷൻ, അതാണ് ഇവിടെ സ്റ്റോറേജ് ആൻഡ് പ്രൊഡക്ഷൻ ആണ് ഈ പാരൻകൈമയുടെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫുഡ് പ്രോസസ്സിംഗ്. അപ്പൊ സ്റ്റോറേജ് ആൻഡ് പ്രൊഡക്ഷനിൽ പെടുന്ന ഭാഗമാണ് എന്ത്, പാക്കിംഗ്. അവരിങ്ങനെയാണ് അവർ ചോദിക്കുന്നത്, ആ വാക്കിനൊന്നും മാറ്റം വരുത്തുന്നേ ഉള്ളൂ. ബേസിക് പാക്കിംഗ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്തിട്ട് അതിന്റെ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ, ഒരാൾ നിങ്ങൾ കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിയിട്ട് തിരിച്ച് കയ്യിൽ കിട്ടണമെങ്കിൽ അത് സ്വന്തമായിട്ട് പാക്ക് ചെയ്തിട്ട് തരുന്നു എന്ന് പറയുന്ന മാതിരി ആ പരിപാടിക്കാണ് പാരന്റ് കൈമ ചെയ്യുന്നത്. അത് സൈലത്തിനകത്ത് സൈലന്റ് പാരന്റ് കൈമയുണ്ട്, ഫ്ലോയത്തിനകത്ത് ഫ്ലോയം പാരന്റ് കൈമ. അതേമാതിരി സൈലം ഫൈബേഴ്സ് ഉണ്ട്, ഫ്ലോയം ഫൈബേഴ്സ് എന്ന് പറയുന്ന സ്ട്രെങ്ത് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ബോഡി കാർഡിയക് ഫൈബേഴ്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്കുലർ ആ ഒരു ഇത് കൊടുക്കാൻ, പ്രഷർ കൊടുക്കാൻ, അല്ലെങ്കിൽ അതിനകത്തുള്ള പവർ കൊടുക്കാനായിട്ട്. അതേമാതിരി സൈലത്തിനകത്ത് ഈ പറയുന്ന വാട്ടറിന്റെ കണ്ടക്ഷൻ ആയിക്കോട്ടെ, ഫ്ലോയത്തിനകത്തുള്ള ഫുഡിന്റെ കണ്ടക്ഷൻ ആയിക്കോട്ടെ, ആ ഒരു കണ്ടക്ഷന് കൊടുക്കാനുള്ള പവർ കൊടുക്കുന്നതും ഈ പറയുന്ന ഫൈബേഴ്സുകളായിരിക്കും. ഇതിനകത്തുള്ള ആൾക്കാരാണ് അത്. ഓക്കെ, അടുത്തത്, ലീവ്സ് ഓഫ് മോസ്റ്റ് പ്ലാന്റ്സ് അപ്പിയർ ഗ്രീൻ ബിക്കോസ് ദ ക്ലോറോഫിൽ ഈസ് പ്രസന്റ് ഇൻ ഇറ്റ്. ശരിയാണ്. അത് എന്തുകൊണ്ട്, എപ്പോഴാണ് ആ ഗ്രീൻ അങ്ങനെ വരുന്നത്? നിങ്ങൾ ചിലപ്പോൾ ഫിസിക്സിൽ ഇത് റിലേറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. എന്ത് ലൈറ്റ് എമിറ്റ് ചെയ്യുമ്പോഴോ റിഫ്ലക്ട് ചെയ്യുമ്പോഴോ എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ് ഇവിടെ. ഏതായിരിക്കും? ഗ്രീൻ ലൈറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെടി പച്ചയായിട്ട് കാണൂല. പക്ഷേ ഗ്രീൻ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണോ? യെസ്, ഓക്കെ. സോ ഓക്കെ, സോ ഗ്രീൻ, നമുക്ക് പച്ച കളർ കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളറ് എമിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളിപ്പോ നോക്കുന്ന നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ സാധനം ബ്ലാക്ക് കളർ ആവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കളറുകളെല്ലാം അബ്സോർബ് ചെയ്തിട്ട് ആ ബ്ലാക്ക് കളർ അതിനെ റിഫ്ലക്ട് ചെയ്യിപ്പിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഫിസിക്സിൽ പഠിച്ച വിബ്ജിയോർ ബേസിസിലായിട്ട് വരുന്നത്. അപ്പൊ അതേമാതിരി ആയിരിക്കും ഇവിടെ. ഓക്കെ, എന്തുകൊണ്ട് അത് ഗ്രീൻ ആവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. റിഫ്ലക്ട് ചെയ്താൽ മാത്രമേ ആ കളറ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അടുത്തത്, മെച്യൂർ സ്ക്ലിയറൻ കൈമ സെൽസ് ഹാവ്, എന്താണ് ഉള്ളത്? ഈ പുള്ളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെർമനന്റ് ടിഷ്യൂവിൽ പെടുന്ന ഒരാളാണ്. ഓക്കെ, പെർമനന്റ് ടിഷ്യൂലെ നമ്മൾ നേരത്തെ ഇവിടെ കുറച്ചെണ്ണം എക്സ്പ്ലെയിൻ ചെയ്തതിൽ ഉണ്ടായിരുന്നതാണ് സിമ്പിൾ പെർമനന്റ് പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലിയറൻ കൈമ. ഇവിടെയാണ് ഏറ്റവും ഇന്റർ സെല്ലുലാർ സ്പേസിൽ ലെസ് ആയിട്ടുള്ളത്, ഒട്ടും ഉണ്ടാവില്ല. പുള്ളി ഈ കൂട്ടത്തില് പെർമനന്റ് ടിഷ്യൂസില് പൊതുവെ അവരെല്ലാം ഒരുവിധം ഡെഡ് ആണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞെങ്കിലും പാരൻ കൈമ ഫുഡ് പ്രൊഡക്ഷനും ഇതിനും ഒക്കെ ഇതിന് ഫ്ലെക്സിബിലിറ്റി, കോളൻ കൈമ കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഒക്കെ കൊടുക്കുന്ന ആളാ. ഇവർ രണ്ടുപേർക്കും കുറച്ച് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇവർ രണ്ടും ലിവിങ് ആയിരിക്കും. എന്നാൽ നമ്മൾ സ്ക്ലിയറൻ കൈമ മൊത്തത്തോടെ ഡെഡ് ആയിരിക്കും. ഓക്കെ, സ്ക്ലിയറൻ കൈമ ഡെഡ് ആണ്. ഈ പുള്ളി മൊത്തത്തോടെ ഡെഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവൻ ലിവിങ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ലിവിങ് അല്ല. എന്നാൽ എന്തായിരിക്കും ഇവന്റെ വാൾസുകളെല്ലാം ലിഗ്നിഫൈഡ്, അതായത് അതിന്റെ ഒരു മേഡപ്പ് ഓഫ്, ആ സ്ട്രക്ചർ മേഡപ്പ് ഓഫിനെ പറഞ്ഞതാണ് ലിഗ്നിഫൈഡ് എന്ന് പറയുന്നത്, വേറൊന്നുമല്ല. ഓക്കെ, ലിഗ്നിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഗ്നിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. ഒരു ടഫ് കോമ്പൗണ്ട് ആണ്, ഭയങ്കര സിമെന്റ് ഒക്കെ മാതിരി നല്ല കട്ടിക്ക് ഇരിക്കുന്ന ഒരു സാധനമാണ് ലിഗ്നിൻ എന്ന് പറയുന്നത്. അതാണ് ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ റിജിഡിറ്റി കൊടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതിന് ലിഗ്നിഫൈഡ് വാൾസ് ആണ്, അതേമാതിരി ഡെഡ് ആയിരിക്കും.
അതാണ് ക്ലിയർ ആൻഡ് കൈമയുടെ പ്രത്യേകത. അടുത്തത്, ഇൻ ഗ്രാസസ് ഇന്റർ കാലറി മെരിസ്റ്റം ഈസ് യൂഷ്വലി ലൊക്കേറ്റഡ് അറ്റ്. ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം, നിങ്ങൾ മറ്റേ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ മറ്റേ പുല്ല് വെട്ടി കൊണ്ട് അതിനെ വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ആ ചെടി അല്ലെങ്കിൽ പുല്ലവിടെ മുളയ്ക്കുന്നുണ്ട്. വേരോടെ പറിച്ചിരുന്നെങ്കിൽ അത് വരില്ലായിരിക്കും, ചിലപ്പോൾ അത് വെറുതെ അതിന്റെ അറ്റം കട്ട് ചെയ്യുമ്പോൾ പിന്നെയും വരുന്നുണ്ട്. അപ്പൊ ആ ഇന്റർ കാലറി ബ്രാഞ്ചസ് ഉണ്ടാകുന്നതാണ്. അപ്പൊ അത് എവിടെയായിരിക്കും വരുന്നുണ്ടാവും? പെർഫെക്റ്റ്. അങ്ങനെ ആലോചിച്ചാൽ മതി. അങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസറിലേക്ക്, എല്ലാം നമ്മുടെ കൺമുമ്പിൽ, നമ്മുടെ ലൈഫിന്റെ മുമ്പിൽ എല്ലാം നടക്കുന്ന കാര്യങ്ങളാണ്. ബേസ് ഓഫ് ദ ലീഫ്, ആ അറ്റം പോകുന്നു, വീണ്ടും അവിടെ തന്നെ ആ അറ്റത്ത് പിന്നെയും പുതിയ ലൈഫ് വരുന്നു. അപ്പൊ ഇന്റർ കാലറി എവിടെ നടക്കുന്നു? പുതിയതായിട്ട് വീണ്ടും ഡെവലപ്പ് ആവണമെങ്കിൽ അതിന്റെ അറ്റത്ത് തന്നെ നടക്കണം. അതാണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ. അടുത്തത്, സൈലം ഈസ് എ ടൈപ്പ് ഓഫ് കോംപ്ലക്സ് ടിഷ്യൂ ഇൻ പ്ലാന്റ്സ് ഫോർ അപ്വേർഡ് കണ്ടക്ഷൻ ഓഫ് വാട്ടർ. സൈലം, നിങ്ങളിങ്ങനെ, സൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ആണ്, ഫ്ലോയം എന്ന് പറയുന്നത് ഫുഡാണ്. ഓക്കെ. അത് ഡൗട്ട് ചില ആൾക്കാർക്ക് വരും. നിങ്ങൾ ഇത്രയും ഓർത്ത ഡബ്ല്യുവും എക്സ്, എക്സ് ഡബ്ല്യു, ഇത് രണ്ടും അടുത്തടുത്ത് കിടക്കുന്ന ലെറ്റേഴ്സുകളല്ലേ? അപ്പൊ സൈലം വാട്ടർ, ഫ്ലോയത്തിന് ഫുഡ്. ഓക്കെ. ഇതിൽ ഏത് ടിഷ്യൂ ആണ് കൺസിസ്റ്റ് ഓഫ് എ ലിവിങ് ടിഷ്യൂ? ഞാൻ നേരത്തെ പറഞ്ഞു സൈലം പൊതുവെ ഒരു ഡെഡ് സെല്ലാണ്, എന്നാൽ ഇതിലൊരാള് ലിവിങ് ആണ്. ആരായിരിക്കും? യെസ്, പെർഫെക്റ്റ്. പാരൻ കൈമ. കാരണം നമ്മുടെ നേരത്തെ കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ച സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസിൽ പെടുന്നതിൽ ആരാ? പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലിയറൻ കൈമ എന്ന് പറഞ്ഞു. അതിൽ പാരൻ കൈമയും കോളൻ കൈമയും ഞാൻ പറഞ്ഞു ലിവിങ് ആണ് എന്ന് പറഞ്ഞു. ആ വാക്ക് ഓർത്താൽ മതി. അപ്പം ആ ബാക്കിയുള്ളവരെല്ലാം ഈ പറയുന്നതിന്, ഇതാണ് സൈലത്തിന്റെ അകത്ത് കിടക്കുന്ന 4 കമ്പോണൻസുകളാണ്. ട്രക്കീറ്റ്സ്, വെസൽസ്, ഇവരെല്ലാവരും വെള്ളത്തിന്റെ കണ്ടക്ഷന് വേണ്ടിയിട്ട് ഇവൻ കണ്ടക്ട് ചെയ്യുന്ന ആളാണ്. വെസൽസ് എന്ന് പറഞ്ഞാൽ കണ്ടക്ട് ചെയ്യുന്ന, ട്രക്കിറ്റ്സ് പറഞ്ഞാൽ അതിനെ ഇൻഡക്ട്, അതായത് പൊങ്ങിപ്പോനായിട്ട് മോട്ടോർ അടിക്കുന്ന പരിപാടി നടത്തുന്ന ആളാണ്. സൈലം ഫൈബർ, ഞാൻ നേരത്തെ പറഞ്ഞ ഫൈബർ എന്തിനാ? സ്ട്രെങ്ത് കൊടുക്കാൻ, നല്ല പവർ കൊടുക്കാൻ. അതാണിത്. പാരൻ കൈമ ആ പറയുന്ന വെള്ളം സ്റ്റോർ ചെയ്യാൻ. അപ്പൊ ഈ പുള്ളി സ്റ്റോർ ചെയ്തിട്ട് പോകണമെങ്കിൽ പാരൻ കൈമാണ്. അപ്പൊ ഈ പുള്ളി മാത്രമാണ് നമ്മുടെ ലിവിങ് സെൽ. ആ രീതിയിലൊക്കെ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൻസറുകളിലേക്ക് എത്താൻ പറ്റും. എന്നാൽ ട്രക്കീറ്റ്സ്, വെസൽസ്, ഫൈബേഴ്സ് എല്ലാം ഡെഡ് സെൽസുകളാണ് അതിൻ്റെ അകത്ത്. ഓക്കെ. അടുത്തത് അഗെയിൻ സെയിം ആണ്. ദ പ്രോസസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ദാറ്റ് ഹെൽപ്പ് ഇൻ അപ്വേർഡ് മൂവ്മെന്റ്. പ്ലാന്റ്സിലെ വാട്ടർ മൂവ്മെന്റിനെ വിളിക്കുന്ന ഒറ്റ പേരേ ഉള്ളൂ, അത് വേറൊന്നുമല്ല. അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷൻ നടന്നു കഴിഞ്ഞാൽ കൊഹഷൻ ആൻഡ് അദഷൻ പ്രോസസ്സുകളാണ് വരും. അതായത് ഇപ്പോ പ്ലാന്റിനെയൊക്കെ ഒന്ന് തണുപ്പിക്കണം, അപ്പോ അത് ഓവറായിട്ട് കൂളിംഗ് വരാൻ പാടില്ല, അപ്പൊ വാട്ടർ ലോസ് വരുത്തും. ഇതൊക്കെയാണ് ട്രാൻസ്പിറേഷൻ പ്രോസസ്സിൽ വരുന്നത്. അപ്പോൾ അപ്പൊ എക്സസ് ആയിട്ട് വരും. അപ്പൊ നമ്മുടെ ബോഡിക്കകത്ത് എക്സസ് ആയിട്ട് വരുന്ന വാട്ടറിനെ നമ്മൾ പറഞ്ഞ പോലെ യൂറിനേറ്റ് ചെയ്തിട്ട് അമോണിയ എല്ലാം ആ രീതിയിൽ നമ്മൾ പുറത്ത്, എന്നാൽ നമ്മുടെ ലിവർ അപ്പൊ എന്ത് ചെയ്യും? ഡി അമോണിസേഷൻ നടത്തും. അതായത് ഒരുപാട് യൂറിനൊക്കെ പുറത്തേക്ക്, യൂറിയ ഒക്കെ പുറത്ത് പോയിട്ട് അമോണിയ മൊത്തം കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്കകത്ത് വേണ്ട മിനറൽസ് അല്ലെങ്കിൽ എലമെന്റ്സ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ അത് വേണം. അപ്പോൾ ഡി അമോണിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മുടെ ലിവർ നടത്തും. അതേമാതിരി നടത്തുന്ന പരിപാടികളാണ് ഈ കൊഹഷൻ അദഷൻ എന്നൊക്കെ പറയുന്നത്. അതെല്ലാം ട്രാൻസ്പിറേഷന്റെ, അതായത് വാട്ടർ കണ്ടക്ഷൻ പരിപാടികളിൽ പെടുന്നതാണ്. ഓക്കെ. അടുത്തത്, പ്ലാന്റ് പ്രിപ്പയർ ഗ്ലൂക്കോസ് ഇൻ ദ പ്രോസസ് ഓഫ്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന ഒരൊറ്റ പേരേ ഉള്ളൂ, എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായിരിക്കും? ഒറ്റ പേരേ ഉള്ളൂ അതിന്. അത് നടത്തുന്ന, അവർ ഫുഡ് ഉണ്ടാക്കുന്ന, അവർ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ അവരുടെ എൻ പ്രോഡക്റ്റ് ആണ്. അവരുടെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരൊറ്റ പ്രോസസ്സേ ഉള്ളൂ, അതിനെ വിളിക്കുന്ന ഒരൊറ്റ പേരാണ് ഫോട്ടോസിന്തസിസ്. യെസ്, ഇത്രേ ഉള്ളൂ. ഇതിന് വേറെ ഉത്തരങ്ങളൊന്നുമില്ല. കണ്ണടച്ച് നിങ്ങൾക്ക് പോകാം. അവര് ഗ്ലൂക്കോസ് പറഞ്ഞ അവരുടെ എൻ പ്രോഡക്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, സ്റ്റാർച്ച് എന്തിലാണ്? പ്ലാന്റ്സില്. അപ്പോ ഗ്ലൂക്കോസ്, സ്റ്റാർച്ച് ആണ് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നത്, അതിന്റെ എൻ പ്രോഡക്റ്റ്. അത് ആവുന്നതിന്റെ പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. നമ്മുടെ ഡൈജഷൻ നടക്കുന്ന മാതിരി അവരുടെ നടക്കുന്ന പ്രോസസ്സാണ്. അടുത്തത്, ഇൻ ഓവ്യൂൾസ് ഓഫ് ആൻജിയോസ്പേംസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹാപ്ലോയിഡ് സെൽ? ഹാപ്ലോയിഡ് അല്ല, ഹാപ്ലോയിഡ് ഉണ്ട്, ഡിപ്ലോയിഡ് ഉണ്ട്. അത് അടുത്തൊരു എന്താ പറയുക സെഷനിൽ എനിക്ക് അതിൻ്റെത് വരുന്നുണ്ടോ, അപ്പൊ ഞാൻ എന്തായാലും അത് കൂടുതൽ എടുത്ത് പറഞ്ഞുതരാം. ഇപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് സമയം അതിക്രമിച്ചിട്ടുണ്ട്. എന്തായിരിക്കും? ന്യൂക്ലിയസ് ആണ്. ഓക്കെ. ഹാപ്ലോയിഡ് സെൽ അല്ലാത്തത് എന്നാണ് ചോദ്യം വന്നത്.
സോ സിനർജിഡ്, എഗ്, ആന്റിപോഡൽ സെൽസ് ആർ, ഇവരെല്ലാം ഹാപ്ലോയിഡ് സെൽസ് ആണ്. അതായത് ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ്, അതിന് രണ്ടായിട്ട് ഒന്ന്, അത് ഇതിനകത്തുള്ള ക്രോമസോംസിന്റെ നമ്പർ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻസ്. ഇപ്പോൾ ഒരു ആപ്പിളൊക്കെ നമ്മൾ തിരിച്ചിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞ് ഇരിക്കൂലേ, അതാണ് നമ്മൾ ഈ ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ്, അതിനൊക്കെ ആ ഒരു ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ട് പറയാം. അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സാമ്പിൾ രീതിയിലായിട്ട് നിങ്ങൾക്ക് പിക്ചർ റെപ്രസെന്റേഷൻ ആയിട്ട് നിങ്ങൾക്ക് അതിൽ പറഞ്ഞു തരാൻ പറ്റും. അത് ഞാൻ അടുത്തതിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് നാച്ചുറലി ഒക്കറിങ് ആസിഡ് ഈസ് ഫൗണ്ട് ഇൻ അബണ്ടൻസ് ഇൻ ടൊമാറ്റോ? ആ, വളരെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സമയങ്ങളിൽ വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസികളിൽ ഇന്ന ഡെഫിഷ്യൻസി വരാനുള്ള കാരണം അതിനെ പറ്റിയ ഫുഡ് സോഴ്സ് ഏതാ എന്നുള്ള ചോദ്യത്തിലും ഈ പറയുന്ന നമ്മുടെ ടൊമാറ്റോ വന്നിട്ടുള്ളതാണ്. ഏതായിരിക്കും? എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടോ? ടാർട്ടാറിക് അല്ല, അത് അതിലല്ല വരുന്നത്. പോട്ടെ, കുഴപ്പമില്ല. ഏതായിരിക്കും? ഏറ്റവും ഓക്സാലിക് അല്ല, പോട്ടെ, കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ കാണുന്നത് സിട്രിക് ആസിഡും അതേമാതിരി വേറൊരു ആസിഡും കൂടി ഉണ്ട്, മാലിക് ആസിഡ് എന്ന് പറയും. നമ്മുടെ ഈ വൈറ്റമിൻ സി എന്ന് പറയുന്ന ഫുഡ് സോഴ്സിനെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് തക്കാളി. ഓക്കെ. സിട്രിക് ആസിഡും മാലിക് ആസിഡും, ഇവ രണ്ടുപേരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത്. ഈ മാലിക് ചിലപ്പോൾ ഈ പറഞ്ഞ രണ്ടെണ്ണം ഉപയോഗിക്കില്ല, ഈ വാക്ക് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ ഈ പുള്ളിനെയും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ടൊമാറ്റോയിൽ പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് സിട്രിക് ആസിഡും മാലിക് ആസിഡും. വൈറ്റമിൻ സിയുടെ ബെസ്റ്റ് ഫുഡ് സോഴ്സ് ആണെന്നുള്ളതും കൂടി നമുക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഒരു 5 ക്വസ്റ്റ്യൻസും കൂടി ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് തീർക്കാം. അടുത്തത്, a leaf was plucked from a plant on a sunny day and kept for 2 minutes in boiling water. It was subsequently immersed in boiling alcohol and treated with iodine solution. What will be the final color of the leaf after the test? നിങ്ങൾ പല ശരിക്കും ഈ ടെസ്റ്റ് നിങ്ങൾ നടത്തിയിട്ടുണ്ടാവും. സ്റ്റാർച്ച് ഐഡന്റിഫൈ ഉള്ളൊരു ടെസ്റ്റ് നിങ്ങൾ നടത്തിയിട്ടുണ്ടാവും. അതിൽ കാണുന്നതാണ് ഇത്. എന്തായിരിക്കും? എന്ത് കളറാണ്? സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ ഒരു വയലറ്റിഷ് ബ്ലൂ കളറാണ് വരിക. ബ്ലൂ ലിറ്റ്മസ്, അങ്ങനെ പേപ്പർ ടെസ്റ്റുകളൊക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ടാവേണ്ടതാണ്. എപ്പോഴും ഒരു വയലറ്റ് കളർ, അതാണ് ബ്ലൂ ബ്ലാക്ക് എന്നവർ ഉദ്ദേശിച്ചത്. സ്റ്റാർച്ചിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഇതാണ്. ചിലപ്പോൾ നമ്മൾ മറ്റേ അരി അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതേ കലാരൂപങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും. നിങ്ങൾ സ്കൂളിലൊക്കെ ചെയ്യുന്ന അതേ നോർമൽ ടെസ്റ്റുകളിൽ പെടുന്നതാണ്. ഓക്കെ. അടുത്തത്, സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് ആർ ഫൗണ്ട് ഇൻ ദ ഇന്നർ ലൈനിങ് ഓഫ്. സ്ക്വാമസ് എപ്പിത്തീലിയൽ, ഇത് നമ്മുടെ മനുഷ്യന്റെ ഇതിനകത്തുള്ളതാണ്. സ്ക്വാമസ് എപ്പിത്തീലിയൽ ഉണ്ട്, ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ ഉണ്ട്, അങ്ങനെ കുറച്ച് 4-5 പേരുണ്ട് അതിനകത്ത്. എവിടെയായിരിക്കും ഈ പുള്ളീനെ കാണപ്പെടുക? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ശരിക്കും ഇതാണ് വരുന്നത്. അതിനെ നമ്മൾ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എന്നാണ് പറയുക. സ്ട്രാറ്റിഫൈഡ്, സാധാ സ്ക്വാമസ് അല്ല, സ്ട്രാറ്റിഫൈഡ് ആയിട്ട്, അതായത് ഇങ്ങനെ ഓരോ ലെയർ 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 ആയിട്ട്. സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടായിരിക്കും ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, ഇങ്ങനെ കുറെ ഇതായിട്ടായിരിക്കും അതിങ്ങനെ ഓരോ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എന്നറിയപ്പെടും. ഒരു ലെയർ ആയിട്ട് ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന സാധനങ്ങളാണ് ഇവർ. ഓക്കെ. അടുത്തത്, കാർട്ടിലേജ്. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റൻ. കാർട്ടിലേജ് എവിടെയാണ് ഇല്ലാത്തത്? ആൻസർ ഓപ്ഷനിൽ പെട്ടെന്ന് കിട്ടും. എവിടെയായിരിക്കും? പെർഫെക്റ്റ്, ജാനസ് കറക്റ്റ് ആണ്. യൂറിനറി ബ്ലാഡറിലില്ല. കാരണം ഈ ചെവി, മൂക്കിന്റെ അറ്റത്ത്, ലാരിങ്സ്, ഈ പറയുന്ന സ്ഥലങ്ങളിലുള്ള സാധനമാണ് കാർട്ടിലേജസ് എന്ന് പറയുന്നത്. ഓക്കെ. ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ളൊരു സെൽസുകളുടെ സാധനങ്ങളാണ്. ഓക്കെ. അത് യൂറിനറി ബ്ലാഡറിൽ ഇല്ല. ഏറ്റവും കൂടുതൽ എവിടെ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മൂക്ക്, ലാരിങ്സ്, നോസിന്റെ ടിപ്പിലൊക്കെയാണ് ശരിക്കും അത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടിഷ്യൂ ഹെൽപ്പ് ടു കണക്ട് ടു ബോൺസ്? ബോൺസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ആരാണ്? പെർഫെക്റ്റ്, ലിഗമെന്റ്സ് ആണ്. അപ്പോൾ ടെൻഡൻസ്, ബോൺസ് ടു മസിൽസ് ആണ്, അത് മാറിപ്പോകരുത്. ഓക്കെ. കാർട്ടിലേജസ് കണക്ട് ചെയ്യുന്നത് മസിൽസ് ടു മസിൽസ് എന്നുള്ള രീതിയിലാണ്. ഈ ഞാൻ പറഞ്ഞ പോലെ അവരൊരിക്കലും ബോൺസ് ആയിട്ട് കണക്ട് ഇല്ല. അങ്ങനെയാണെങ്കിൽ കാർട്ടിലേജ് ഈ പറഞ്ഞ നമ്മുടെ എല്ലാ സ്ഥലത്തും വന്ന് വീഴും.
ലിഗമെന്റ്സ് ആണ്. നമ്മൾ പറയില്ല അയ്യോ കാല് വളഞ്ഞു, അയ്യോ ലിഗമെന്റ് ടിയറായി. ഫുട്ബോൾ കളിക്കുന്ന പോയിട്ട് കാല് എവിടെയെങ്കിലും പോയി തട്ടി കഴിഞ്ഞാൽ ലിഗമെന്റ് ടിയറാ എന്നൊക്കെ പറഞ്ഞാൽ വെച്ചാൽ ബോൺസ് ആയിട്ട് കണക്ഷൻ വരുന്ന ഒരു സാധനം. നല്ല സ്ട്രോങ് സാധനം, പക്ഷെ പുള്ളി പെട്ടെന്ന് തിരിഞ്ഞു എന്നൊക്കെ വരും. ഓക്കെ. അടുത്തത് ലിംഫ് ഈസ് എ ടിഷ്യൂ ഫ്ലൂയിഡ് പ്രസന്റ് ഇൻ ദ ഇന്റർസെല്ലുലാർ സ്പേസസ്. ഇറ്റ് റിസംബിൾസ് ടു. ഇത് എന്തിനായിട്ടാണ് സാമ്യം എന്നാണ് ചോദിക്കുന്നത്. ലിംഫാറ്റിക് ഫ്ലൂയിഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ലിംഫാറ്റിക് ഫ്ലൂയിഡ് എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. അതിന്റെ തന്നെയാണ് ഈ ലിംഫ് എന്ന് പറയുന്നത്. ഇത് ആരുമായിട്ടായി കാണുന്നതിൽ ആരുമായിട്ടാ സാമ്യം എന്നാണ് ചോദ്യം. ആരുമായിട്ടായിരിക്കും സാമ്യം? മറ്റേ ക്വസ്റ്റ്യനിലുള്ള ഏതാ ചോദിച്ചത്? ഇതാണോ? ജനസ് ഈ ക്വസ്റ്റ്യനെയാണോ ഉദ്ദേശിച്ചത്? ആ, ഏരിയ ഏരിയോളാർ ടിഷ്യൂ അതല്ല, അതെന്താണെന്നാണോ ചോദിക്കണേ? ഓക്കെ. ഏരിയോളാർ ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ആക്ച്വലി നമ്മുടെ ബ്ലഡ് ഒക്കെ പോലെ തന്നെയുള്ള ഒരു കണക്റ്റീവ്, പക്ഷെ വളരെ ലൂസ് ആയിട്ടുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂസസ് ആണ്. പ്രധാനമായിട്ടും നമ്മുടെ എന്താ പറയാ ഓർഗൻസുകളൊക്കെ പിടിച്ചു മുറുക്കാനായിട്ട്, അതായത് അതിനൊരു താങ്ങും തണലും ഒക്കെ ആയിട്ട് നമ്മൾ പറയും. ഓക്കെ. പ്രധാനമായിട്ടും നമ്മുടെ ഈ എന്താ പറയാ ഫൈബ്രോപ്ലാസ്റ്റുകൾ. ഓക്കെ. ഈ പറയുന്ന ഫൈബ്രോപ്ലാസ്റ്റ്, അതായത് ആ നാര് മാതിരിയൊക്കെ കിടക്കുന്ന ഈ സാധനങ്ങളെ വെച്ചിട്ടാണ് ഈ പറയുന്ന ഓർഗൻസുകളൊക്കെ അതിനെല്ലാം താങ്ങായിട്ട് നിർത്തുന്നത്. അതിനാണ് ഏരിയോള. അതായത് പ്രധാനമായിട്ടും നമ്മുടെ ലങ്സ് അവിടെയൊക്കെയാണ് വരുന്നത്. ഫാരിങ്സ് ഈ ഭാഗത്തൊക്കെയാണ് അത് കൂടുതൽ കാണുന്നത്. ഓക്കെ. ഓക്കെ. സോ നമ്മൾ വീണ്ടും പഴയ ഇതിലേക്ക് പോവുകയാണ്. ലിംഫ് ഏതായിട്ടാണ് സാമ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ പ്ലാസ്മ, ബ്ലഡിനകത്തുള്ള പ്ലാസ്മ. ഒരു ലൈറ്റ്, ഈ പറയുന്നത് ലൈറ്റ് യെല്ലോ കളർ ഫ്ലൂയിഡ് ആണ്, ഒരു ജെല്ലി ടൈപ്പ്. ബ്ലഡിലെ 55% കാണുന്ന സാധനമാണിത്. ഒരുപാട് അല്ലാതെ ബ്ലഡിന്റെ, അതായത് നമ്മൾ അതിന്റെ പാർട്ടിലേക്ക് പോകുമ്പോൾ ഈ സാധനങ്ങൾ വരും. ബ്ലഡിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്, അതായത് RBC, WBC, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പ്ലാസ്മയാണ് അതിൽ 55% ബ്ലഡിനകത്തുള്ളത്. അതുമായിട്ട് ഏറ്റവും സാമ്യമുള്ളതാണ്. ഓക്കെ. ഓക്കെ. അവസാനത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് സീക്വൻസ് ഇൻ ഇൻക്രീസിംഗ് കോംപ്ലക്സിറ്റി? ഏതായിരിക്കും? പ്രോട്ടീൻ ആണ് തുടങ്ങുന്നത്. ഓർഗാനിസം എവിടെയാ വരുന്നതെന്നൊന്ന് നോക്കിയാൽ മതി. സോ ടിഷ്യൂ, സെല്ല്, പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു സെല്ല്, അതൊരു ടിഷ്യൂ ആവുന്നു. ടിഷ്യൂസ് എല്ലാം കൂടി ഒരു ഓർഗൻ ആവുന്നു. ഓർഗൻ അവസാനം ഒരു ഓർഗാനിസം ആവുന്നു. സിമ്പിൾ. ഇത്ര ഉള്ള പരിപാടി. സോ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഓക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. സോ ബാക്കി ഇതേമാതിരി നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതും എന്ത് വേണമെങ്കിലും നമുക്ക് ഗ്രൂപ്പിലാണെങ്കിലും പോസ്റ്റ് ചെയ്യാം. ഞാൻ ഡൗട്ട് വേണമെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം എൻ്റെ ഫ്രീ ടൈമുകളിൽ. ഓക്കെ. ബാക്കി അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് ബാക്കി ചെയ്യാം. താങ്ക് യു.